എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെക്ടാങ്കിൾ മാത്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ നെയിം ഓക്കെ റെക്ടാങ്കിൾ മാത്ത് എന്നാണ്. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ചാപ്റ്റർ 10 ആണ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നമുക്കിതിൽ റെക്ടാങ്കിളിനെ കുറിച്ചിട്ട് അറിയണം, സ്ക്വയറിനെ അറിയണം, ഒപ്പം തന്നെ പെരിമീറ്റർ, ഏരിയ ഒക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ്? സ്ക്വയർ എന്താണെന്ന് അറിയണം, റെക്ടാങ്കിൾ അറിയണം, റെക്ടാങ്കിൾ എന്താണെന്ന് അറിയണം. റെക്ടാങ്കിൾ സ്ക്വയർ വേണം, റെക്ടാങ്കിൾ വേണം. സ്ക്വയറും അറിയണം, റെക്ടാങ്കിൾ അറിയണം. ഒപ്പം തന്നെ ഈ സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയൊക്കെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, എന്താണ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക, പെരിമീറ്റർ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ റെക്ടാങ്കിളും സ്ക്വയറും പല രീതിയിൽ പല ഷേപ്പുകളാക്കിയിട്ട് മാറും. അതിന്റെ റെക്ടാങ്കിളിന്റെ റെക്ടാങ്കിൾ ഡയറക്റ്റ് ആയിട്ടല്ലാതെ നമുക്ക് പല ഷേപ്പുകൾ വരും. അതിൻ്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. കുറേ ഷേപ്പുകൾ നമ്മുടെ റിയൽ ലൈഫിലുണ്ട്, കുറേ ഷേപ്പുകൾ. അതിൻ്റെയൊക്കെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, അതിൻ്റെയൊക്കെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങളെ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ സ്ക്വയറും റെക്ടാങ്കിളും എന്ന് പറയുന്ന സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാങ്കിൾസ് എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, കുറേ സ്ക്വയറുകൾ ഇങ്ങനെ വെച്ച് കുറേ എന്തുണ്ടാക്കി, റെക്ടാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി ആദ്യത്തെ കുട്ടി ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ കേട്ടോ. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടാവും? 4 സൈഡ് ഉണ്ടാവും. 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ സ്ക്വയേഴ്സ് വെച്ചിട്ട് കുറേ സ്ക്വയേഴ്സ് വെച്ചിട്ട് എത്ര സ്ക്വയർ ആണെന്നുള്ളത് എണ്ണിയില്ല അല്ലെ. അപ്പൊ എത്രയോ സ്ക്വയർ ഉണ്ട് നമുക്കറിയില്ല, ഈ കുട്ടിക്കൊന്നും അറിയുള്ളൂ കേട്ടോ. നമുക്കറിയാം എങ്ങനെ, ഒന്ന് കൗണ്ട് ചെയ്താൽ മതി അല്ലെ. എങ്ങനെ അറിയും? കൗണ്ട് ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം ആ കുട്ടി ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഈ കുട്ടി ഉണ്ടാക്കിയത് 6 സ്ക്വയർ വെച്ചിട്ടാണ് കേട്ടോ. എത്ര സ്ക്വയർ ആണ്? 6 സ്ക്വയർ വെച്ചിട്ടാണ് ഈ കുട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. റെക്ടാങ്കിൾ. ഇനി ഇതേപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6. ഇത് ഈ ആൺകുട്ടി ഉണ്ടാക്കിയതാണ്. ഈ ആൺകുട്ടി ഉണ്ടാക്കിയതും 6 വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതേപോലെ 1 2 3 4 5 6 7 8 9 ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 1 2 3 4 5 6 7 8 9 തന്നെയാണ് ഈ കുട്ടിയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇവിടെ കുറേ സ്ക്വയറുകൾ വെച്ചിട്ട് റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചധികം കുട്ടികൾ റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ, നമുക്ക് പറഞ്ഞ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. റെക്ടാങ്കിൾ ഉണ്ടാക്കിയ കേസ് കിട്ടി. ഇതേപോലെ 3 കുട്ടികൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്ക്വയേഴ്സ് വെച്ചിട്ട് ഈ കുട്ടികളുടെ കേസ് ഇതിൽ തന്നെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ, ഈ ഒരു കുറെ സ്ക്വയേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടാങ്കിൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അല്ലെ. എന്താണ് ഇനി ഇതിൽ പറയുന്നത് എന്നുള്ളത്? all small squares have sides of 1 centimeter. എല്ലാ സ്ക്വയറിന്റെയും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഉണ്ടാക്കിയ എല്ലാ സ്ക്വയേഴ്സും ഇങ്ങനെ റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ക്വയേഴ്സിന്റെയും ഒരു സൈഡ് എന്ന് പറയണത് 1 cm ആണ്, 1 cm ആണ് കേട്ടോ. എത്ര cm ആണ്? 1 cm ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് സമ്മതിച്ച് ഇങ്ങോട്ട് കൊടുക്കുക അല്ലെ. നമുക്കറിയില്ല, നമ്മൾ മെഷർ ചെയ്തിട്ടില്ല. ഓക്കെ, 1 cm ആയിട്ട് എടുത്തു, പ്രശ്നമൊന്നുമില്ല അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ക്വയർ ഞാൻ എടുത്തു. ഈ സ്ക്വയറിന്റെ 4 സൈഡും എന്താണ്? ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും ഓരോ സൈഡുകളും എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ബെറ്റർ അല്ലെ. ഓരോ സൈഡുകളും എന്താണ്? 1 cm ആണ്. എല്ലാ സൈഡുകളും
കൂട്ടുന്നതല്ല ഞാൻ പറഞ്ഞത്, ഓരോ സൈഡുകളും എത്രയാണ് 1 cm ആണ് എന്നുള്ളതാണ് കേട്ടോ. 1 cm ആണ്. അതുവരെ ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണ്. Right, can you write the width and height of the all rectangles of the picture? നമുക്ക് കുറച്ച് in the picture, ഓക്കെ, കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിന്റെ ഹൈറ്റും അതുപോലെ വിഡ്ത്തും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഓരോന്നും എത്ര സെന്റിമീറ്റർ ആണ്, 1 cm ആണ് എന്ന്, അല്ലെ? ഓരോന്നും എത്ര cm ആണ്, 1 cm ആണെന്നുള്ളത് നമുക്കറിയാം, അല്ലെ? ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഈ സൈഡ് 1 ആണ്, ഈ സൈഡ് 1 ആണ്. അങ്ങനെ ഓരോ സ്ക്വയേഴ്സ് നോക്കുമ്പോൾ ഓരോ സ്ക്വയേഴ്സിന്റെയും സൈഡ് 1 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഹൈറ്റും വിഡ്ത്തും എഴുതാനാണ്. ഇത് 1 ആണല്ലോ, ഇത് മുതൽ ഇതുവരെ ഉള്ളത് 1, പിന്നെ 1, പിന്നെയും 1. അങ്ങനെ മൊത്തം എത്ര കിട്ടി നമുക്ക്? ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡ് 3 കിട്ടും. അതേപോലെ ഇത് 1 ആണ്, ഇത് മുതൽ ഇതുവരെ 1 ആണ്, ഇത് മുതൽ ഇതുവരെ 1 ആണ്. അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഇത് മൊത്തം 2 cm എന്ന് കിട്ടും, അല്ലെ? ഇത് 3ഉം ഇത് 2 എന്നും കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. ഈ സൈഡുകളൊക്കെ ഒന്ന് എന്ത് ചെയ്താൽ മതി? മെഷർ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി വിഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ 3 cm ആൻഡ് ഹൈറ്റ് 2 cm. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 1, ഇതും 1. അപ്പൊ 1 + 1 2. ഇവിടെയും 1, ഇതും 1. അപ്പൊ എത്ര വരും? 3, അല്ലെ? 1 + 1 + 1 3. അങ്ങനെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് എത്ര കിട്ടിയിട്ടുണ്ട്? 3 ആണ്, അല്ലെ? ഹൈറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 2 ആണ് എന്നും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? യെസ്, ഇതേപോലെ സ്ക്വയേഴ്സ് വെച്ചിട്ടുള്ള കുറെ സ്ക്വയേഴ്സ് വെച്ചിട്ടുള്ള എന്താണ് റെക്ടാംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കണ്ടോ, വിഡ്ത്തും ഹൈറ്റും നമ്മൾ എഴുതിയ പോലെ തന്നെ നമ്മളോട് പറഞ്ഞേക്കാണ് ഈ തന്നിരിക്കുന്ന, നമ്മൾ ഇതിൽ ചെയ്ത പോലെ ഈ നമുക്ക് തന്നിരിക്കുന്ന, ഇപ്പൊ ഈ ടേബിളിൽ തന്നിരിക്കുന്ന റെക്ടാംഗിളിന്റെ വിഡ്ത്തും ഹൈറ്റും നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് എഴുതി കൊടുക്കാം, അല്ലെ? അപ്പൊ ആദ്യം കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യാതെ നടക്കില്ല. നോക്കൂ, 1 2 3 4 5 6. അപ്പോൾ 1 ഓരോന്നും കൗണ്ട് ചെയ്യാട്ടോ, ഓരോ സെന്റിമീറ്ററും കൗണ്ട് ചെയ്യുക. ഇതിൽ 1 2 3 4 5 6. അപ്പൊ ഈ ഒരു ഭാഗം മൊത്തം 6 ആണ് നമുക്ക് കിട്ടി. അപ്പോ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി, അല്ലെ? അപ്പൊ ആ 6 എവിടെ എഴുതാ? വിഡ്ത്തിൽ എഴുതാ കേട്ടോ. 6 നമ്മൾ വിഡ്ത്ത് എഴുതിയിട്ടുണ്ട്. വിഡ്ത്താണ് ഇപ്പൊ ആ ടോപ്പും ടോപ്പാണ് ഞാൻ കൗണ്ട് ചെയ്തത്. ടോപ്പ് തന്നെയായിരിക്കും സെയിം എവിടെയും വരിക, ബോട്ടത്തിലും വരിക, അല്ലെ? അപ്പൊ 6 രണ്ടും എന്തിനായിരിക്കും? 6 തന്നെയാണ് വരിക കേട്ടോ. ഹൈറ്റ് നോക്കാം, അല്ലെ? ലെഫ്റ്റിലെയും റൈറ്റിലെയും നമ്മൾ നോക്കുമ്പോൾ ആകെ എത്ര സെന്റിമീറ്റർ കൂടുതലുള്ളൂ? നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ആകെ എത്ര സെന്റിമീറ്റർ? 1 സെന്റിമീറ്റർ, അല്ലെ? രണ്ട് സൈഡിലും 1 സെന്റിമീറ്റർ തന്നെയായിരിക്കും വരിക. അപ്പൊ ഹൈറ്റ് 1, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇതേപോലെ തന്നെ ഇവിടെ നോക്കി, ഇവിടെ നോക്കണം. ഇത് 6, ഇത് 6 ആണ്, ഇത് 1 ആണ് നമുക്ക് കിട്ടിയിട്ടാ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 2 3 വിത്തിന്റെ അവിടെ 1 സെന്റിമീറ്റർ + 1 സെന്റിമീറ്റർ + 1 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ കറക്റ്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 1. അപ്പോ 1 + 1 2. അത് അപ്പൊ ഹൈറ്റ് 2 ആണ് കിട്ടിയ. ഇനി ഇതേപോലെ വിട്ട് നോക്കാം, 1 2 3 1 2 3. അപ്പൊ ഇവിടെ 3 ആണ്. ഇനി ഹൈറ്റ് നോക്കാം, 1 2 3. അതും 3 ആണ്. അപ്പൊ അതും 3 എഴുതാട്ടാ, വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ നോക്കിയേ, വിട്ട് നോക്കാം, വേഗം നോക്കാം കേട്ടോ. നമുക്ക് ടോപ്പിലെ 1 2 3 4 5 6 7 8 9. ഒക്കെ എത്രയാണ്? 9 ആണ് കിട്ടിയത് കേട്ടോ. ഇനി ഹൈറ്റ് നോക്കാം, 1. ഈ സെയിം തന്നെ റൈറ്റ് സൈഡിൽ, റൈറ്റിൽ എന്താണോ അത് തന്നെയല്ലേ ലെഫ്റ്റിലുള്ളത്. അപ്പൊ ഞാൻ ഒരു സൈഡ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, സോറി, ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ കൗണ്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല കേട്ടോ. റൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. റൈറ്റിലുള്ള അതേ സൈഡ് തന്നെയാണല്ലോ ലെഫ്റ്റിലുള്ളതും, അല്ലെ? ഈ സൈഡ് തന്നെയല്ലേ ഇതും. അപ്പൊ എവിടെയാണോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് 1 അല്ലേ? 1 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ, വേറെ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനൊന്നും ഇല്ല. ഇനി അടുത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് ഞാൻ ടോപ്പിലാട്ടോ നോക്കണേ. 1 2 3 4 കേട്ടോ. അപ്പൊ ഇത് 4
4 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഹൈറ്റ് നോക്കാം. 1 2 3 ടോപ്പ് ടു ബോട്ടം അതാണ് ഹൈറ്റ് അല്ലെ. അപ്പോ അത് നോക്കുമ്പോ എനിക്ക് കിട്ടിയത് 3 ആണ്. അപ്പൊ 3 ഇതേപോലെ നിങ്ങൾക്കും കൗണ്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് കൗണ്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതേപോലെ വിത്ത് നോക്കൂ. 1 2 3 4 5 6 എനിക്കിവിടെ 6 ആണ് കിട്ടിയത്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റിൽ എത്ര 1 cm ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇനി ഇതേപോലെ ടോപ്പ് ടു ബോട്ടം എത്ര 1 cm ഉണ്ട് നോക്കുക. 1 2 എനിക്കിവിടെ 2 ആണ് കിട്ടിയത്. നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ, കൃത്യമായിട്ട് എണ്ണിയിട്ട് ഇതേപോലെ കറക്റ്റ് തന്നെ അല്ലേ, സാറ് ചെയ്തത് കറക്റ്റ് അല്ലേ എന്നുള്ളത് കമന്റ് ചെയ്തിട്ട് പറയണം. 1 2 3 4 5 6 7 8 9 10 11 12 ആണ് എനിക്ക് എന്ത് കിട്ടിയത്, വിഡ്ത്തായിട്ട് കിട്ടിയത്. ഹൈറ്റിക്ക് എണ്ണാണ്ട ആവശ്യമില്ല, ആകെ 1 cm ഉള്ളൂ, 1 cm. ടോപ്പ് ടു ബോട്ടം ആകെ 1 cm മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇങ്ങനെയാണ് വിഡ്ത്തും ഹൈറ്റും എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോവാം. മെഷറിംഗ് ബൗണ്ടറീസ് എന്നാണ് അടുത്ത സെക്ഷന്റെ പേര് കേട്ടോ. മെഷറിംഗ് ബൗണ്ടറീസ്. എന്താണ് മെഷറിംഗ് ബൗണ്ടറീസ്? കുറച്ച് കുട്ടികൾ നമുക്കും തോന്നില്ലേ, കുറച്ച് കുട്ടികൾ വിചാരിച്ചു ഇങ്ങനെ എന്താണ് വിഡ്ത്തും ഹൈറ്റും മാത്രം ഇങ്ങനെ മെഷർ ചെയ്യുന്നതല്ലാതെ മൊത്തം എത്രയാണ് ഉള്ളത് എന്നുള്ളത് അറിയാനായിട്ട് കുറച്ച് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഈ റെക്റ്റാങ്കിൾ നോക്കൂ, ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഈ റെക്റ്റാങ്കിളിന്റെ മൊത്തം സൈഡും മെഷർ ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡും, ഇപ്പൊ എത്ര സൈഡ് ഉണ്ട്, 4 സൈഡും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് ചിലവർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോ അങ്ങനെ നമ്മളിപ്പോ ചെയ്ത രീതി അല്ലാതെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തു. എങ്ങനെയാണത് നോക്കാട്ടോ. ദ ചിൽഡ്രൻ ഹാവ് ഓൾസോ പാസ്ഡ് കളേർഡ് ത്രെഡ് along the edge of each rectangle they have made. അപ്പോ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിരിക്കുന്ന പോലെ ഈ റെക്റ്റാങ്കിളിന്റെ ബൗണ്ടറീസിൽ ത്രെഡ് ഒട്ടിച്ചു, ത്രെഡ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ബൗണ്ടറീസിൽ കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ബൗണ്ടറീസിൽ എന്ത് ചെയ്തു, ത്രെഡ് ഒട്ടിച്ചു. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു. സാറിന് പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു അവര് പറഞ്ഞു. അപ്പോ അതൊന്നും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലേ. അപ്പൊ മെഷർ ചെയ്തപ്പോ 6ഉം 1 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 6ഉം 1 ഒക്കെ എങ്ങനെയാ വന്നതെന്ന് സാർ പറഞ്ഞു. എന്താ എങ്ങനെയാണ് ഇതിന്റെ വിഡ്ത്ത് നോക്കൂ അല്ലെ. വിഡ്ത്ത് നോക്കുമ്പോ 1 2 3 4 5 6. അപ്പൊ 6 സെന്റിമീറ്റർ. അതുപോലെ ഇത് 1. ഹൈറ്റ് നോക്കുമ്പോ 1. അപ്പൊ ഇങ്ങനെയും നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി, സ്കെയിൽ ചെയ്തിട്ട് മെഷർ ചെയ്താലും കിട്ടും കേട്ടോ. നമ്മൾ പ്രാക്ടിക്കൽ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സാറ് പറഞ്ഞത് പ്രാക്ടിക്കൽ ആക്കിയിട്ടാണ്, എക്സാമിൽ അവർ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. 6 സെന്റിമീറ്റർ ഫോർ ഈച്ച് ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം എഡ്ജസ് ആൻഡ് 1 സെന്റിമീറ്റർ ഫോർ ഈച്ച് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഡ്ജ് ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ, ഇത് മൊത്തം കൗണ്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്കറിയാം ബോട്ടം എത്ര മെഷർമെന്റ് ആണോ, ബോട്ടത്തിന്റെ മെഷർമെന്റ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും എന്തിൽ വരിക, ടോപ്പിലും വരിക അല്ലെ. അതാണ് അവർ പറയുന്നത്. 6 സെന്റിമീറ്റർ ഫോർ ഈച്ച് ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം എഡ്ജസ്. അതുപോലെ ലെഫ്റ്റിൽ എന്താണോ, എത്ര cm ആണോ അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ ആണോ അത്ര തന്നെയാണ് ഇതിലും വരിക, റൈറ്റ് സൈഡിലും വരിക. അപ്പോൾ 1 cm എന്നാണെങ്കിൽ ലെഫ്റ്റിൽ 1 cm എന്നാണെങ്കിൽ റൈറ്റിലും എത്രയായിരിക്കും, 1 cm ആയിരിക്കും. അപ്പൊ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡുകളൊക്കെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ പെരിമീറ്റേഴ്സ് കിട്ടും അല്ലെ. ഇതൊക്കെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെരിമീറ്റർ കിട്ടും. അപ്പോ ടോട്ടൽ ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ എത്ര 6 ഉണ്ട്, 2 6 ആണ് ഉള്ളത് അല്ലെ. നോക്കിയതാ, ടോപ്പിൽ ഒരു 6 എഴുതിയിട്ടുണ്ട്, ബോട്ടം ഒരു 6 എഴുതിയിട്ടുണ്ട്. ബോട്ടത്തിന്റെ മെഷർമെന്റ് 6 തന്നെയാണ്. അപ്പൊ 2 കൂടി കൂട്ടി, അപ്പൊ 6 + 6 നോക്കുക കേട്ടോ. +6 + 6 12 ആണ്. ഇനി ഇതേപോലെ എന്താണ് 1ഉം 1ഉം ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ 1ഉം 1 ആദ്യം 6 ആഡ് ചെയ്തു, പിന്നെ 1ഉം 1 ആഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡുകളും കൂട്ടി, അത്രയേ ഉള്ളൂ. 4 സൈഡുകളും കൂട്ടിയിട്ട് ഒന്ന് ചെയ്തു.
ഓക്കെ, 4 സൈഡും കൂടി കൂട്ടുക, എങ്ങനെ വേണമെങ്കിലും കൂട്ടാം കേട്ടോ. അപ്പൊ സാറിന് ഈ രീതിയിലാണ് ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, 6+1+6+1 അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഇതാണോ 6+ അടുത്തത് 6 എടുത്തു, ഈ 6 എടുത്തു ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 എഴുതി, പിന്നെ ഈ 1 എടുത്തു, പിന്നെ ഈ 6 എടുത്തു, പിന്നെ ഈ 1 ആണ് കൗണ്ട് ചെയ്ത്, അങ്ങനെയും കൗണ്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 6+1 7 ആഡ് ചെയ്താൽ എന്താ കിട്ടുക, 7 ആഡ് ചെയ്താൽ 14 ആണ് കിട്ടുക അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഈ ലെങ്ത് എന്താണ്, റെക്ടാങ്കിളിന്റെ എന്താണ് മൊത്തം ചുറ്റുമുള്ള ഈ ഒരു ലെങ്ത്തിൽ ടേക്കൻ അറൗണ്ട് ദി റെക്ടാങ്കിൾ ഇസ് കോൾഡ് എന്താണ് വിളിക്കുക, പെരിമീറ്റർ. അതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, പെരിമീറ്റർ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക, പെരിമീറ്റർ. അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിനെ നോക്കുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 14 cm ആണ് കേട്ടോ. എത്രയാണ്, 14 cm ആണ്. ഇപ്പൊ അത് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ. സാറ് ഇവിടെ മെഷർമെന്റ് ഒക്കെ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് കൗണ്ട് ചെയ്തപ്പോ കിട്ടിയതാണ്. നിങ്ങളും കണ്ടല്ലോ, 6 അവര് തന്നിട്ടുണ്ട്, 6 ഒന്നും തന്നിട്ടില്ല, 6 ബോട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ബോട്ടത്തിലുള്ള അതേ മെഷർമെന്റ് ആണ് ടോപ്പിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 6 ബോട്ടത്തിലുണ്ടെങ്കിൽ ടോപ്പിലും 6 തന്നെയായിരിക്കും വരിക. അതുപോലെ ലെഫ്റ്റിൽ മാത്രമേ അവർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ റൈറ്റിലും എന്തെന്നായിരിക്കും, ലെഫ്റ്റിൽ എന്താണോ മെഷർമെന്റ് ആണോ അല്ലെങ്കിൽ എന്ത് ലെങ്ത് എന്താണോ അത് തന്നെയായിരിക്കും റൈറ്റിൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്, ഇവിടെ 1 ആണെങ്കിൽ അവിടെയും എന്തെന്നായിരിക്കും 1 തന്നെയായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്തത്. നമ്മൾ ചെയ്തതാണല്ലോ, നമുക്കറിയില്ലേ അത്. യെസ്. അപ്പൊ ഇനി കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാനാണ് പറഞ്ഞേക്കണം അല്ലേ. ആഹാ, ബുക്ക് എടുക്കുക കേട്ടോ. സാറ് ഇതിവിടെ നിങ്ങൾക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മൾ ചെയ്തില്ലേ, ആദ്യത്തേല് എന്തായിരുന്നു, വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, വിഡ്ത്ത് തന്നിട്ടുണ്ടായിരുന്നു, 6 ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഇവിടെ തന്നെ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ, മനസ്സിലാവുന്ന വിചാരിക്കണം. യൂണിറ്റ് CM ആണ് കേട്ടോ. ഞാൻ യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണില്ല. അപ്പൊ 6ഉം 1 മാത്രമേ എഴുതുള്ളൂ കേട്ടോ. ചിലതില് അങ്ങനെ എഴുതിയാലും കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ. 6ഉം 1 കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ബോട്ടത്തിൽ എന്താ 6 ആണെങ്കിൽ ടോപ്പിലും എന്തായിരിക്കും 6 ആയിരിക്കും. ഈ റൈറ്റിലാണ് ആദ്യം സാർ എഴുതിയത്. അപ്പൊ ഈ റൈറ്റിന്റെ മെഷർമെന്റ് എന്താണോ അത് തന്നെയല്ലേ ലെഫ്റ്റിലും വരിക. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടാട്ടോ. അപ്പൊ നമ്മൾ കൂട്ടി നോക്കിയതാണ്, പ്ലസ് ചെയ്ത് നോക്കി. 6+ ബോട്ടത്തിൽ 6, ടോപ്പിലെ 6 പ്ലസ് റൈറ്റ് സൈഡിലെ 1 ആയിരുന്നു അല്ലെ. 1 പ്ലസ് ലെഫ്റ്റിലും 1, ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞു, 14. 6+6 12, 12+1 13, 13+1 14. അങ്ങനെയാണ് നമുക്കത് കൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് കൗണ്ട് ചെയ്യാനൊക്കെ അറിയുന്നതല്ലേ, ബെറ്റർ ആണ്. നമ്മൾ പോൾ ചെയ്യാനൊക്കെ നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല അല്ലെ. നെക്സ്റ്റ്, നമ്മള് നല്ല പൊളിയായിട്ട് കൗണ്ട് ചെയ്യുന്ന കുട്ടികളാണ് അല്ലെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. സാറിനെ കൂടി കൂട്ടി വയ്ക്കുന്നതാണോ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഓക്കെ, സാറും എന്താണ് നമ്മള് മോഹൻലാല് പറയുന്ന, നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഞാനും ചില സമയങ്ങളിൽ കുട്ടിയാവും കേട്ടോ. അപ്പൊ അതുപോലെ കേട്ടോ. ഇവിടെ നോക്കൂ, ഒരു റെക്ടാങ്കിൾ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്, ഒരു റെക്ടാങ്കിൾ കണ്ടോ. രണ്ടാമത് ഒരു റെക്ടാങ്കിൾ തന്നില്ലേ, അതിന്റെ ആൻസർ നമ്മൾ എഴുതിയോ, ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ, ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ബോട്ടത്തിൽ എന്താണ്, 3 ആണ്. ഈ ബോട്ടത്തിൽ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇതിലും വരിക, ടോപ്പിലും ഉണ്ടാവുക അല്ലെ. ബോട്ടത്തിൽ എത്ര മെഷർമെന്റ് ആണോ അത് തന്നെയാണ് എന്തിലും വരിക, ടോപ്പിലും വരിക. അപ്പൊ ബോട്ടത്തിൽ 3 ആണെന്നുണ്ടെങ്കിൽ ടോപ്പിലും എന്തെന്നായിരിക്കും 3 തന്നെ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈറ്റ് അവര് വന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്, 2 ആണ് അല്ലെ. വിഡ്ത്ത് 3, ഹൈറ്റ് 2 ആണ്. അപ്പൊ 2 കൊടുക്കണ്ടേ, 2. ഇതൊക്കെ കൂടി കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ 3+2 5, 5+3 8, 8+2 10. അപ്പൊ ഇതൊക്കെ മൊത്തം കൗണ്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, 10 ആണ്. എത്രയാണ്, 10 കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ 10. ഇതിന്റെ ആൻസർ 10 ആണ്. ഇനി നമുക്ക് ഇതില് ഞാൻ ഈ ഒരു കറക്റ്റ് റെക്ടാങ്കിളിന്റെ ഇതിൽ തന്നെ എഴുതി പോവാട്ടോ. നോക്കൂ, ഇതില് 3 തന്നിട്ടുണ്ട്, കണ്ട 3 ആണ്. ഇതില് 3 ആണ് വിഡ്ത്ത്. അപ്പൊ 3 എഴുതാം. ബോട്ടത്തിലും തന്നെയായിരിക്കും 3 തന്നെയായിരിക്കും. പിന്നെ ഹൈറ്റില് 3 ആണ്, ഹൈറ്റുകളില്
3 ആയിട്ട് കൊടുക്കുക. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ 3 തന്നെയാണ്, എല്ലാ സൈഡും എന്ത് തന്നെയാണ് 3 ആണ്. അപ്പൊ ഇതെന്താണ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സ്ക്വയർ അല്ല, എല്ലാ സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ കുട്ടി സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്നും അല്ലല്ലോ അറിയേണ്ടത്, റെക്ടാങ്കിൾ ആണോ സ്ക്വയർ ആണോ എന്നൊക്കെയാണോ പറയണേ? അല്ല, ഇത് റെക്ടാങ്കിൾ ആണ്. പക്ഷെ ഇതിന്റെ എന്തറിയണം, ടോട്ടൽ ലെങ്ത് അല്ലെ, എല്ലാ സൈഡുകളെയും സം ഓഫ് 4 sides ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ 3+ എന്ത് ചെയ്യണം, 3+3+3+3. അപ്പൊ 4 times 3 ചെയ്യാം. അപ്പൊ 4 times 3 എന്താ 12 അല്ലെ. 4 times 2 3, 4 times 3 എന്ന് പറയുന്നത് 12 ആണ്. 4 into 3 അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ സാറ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തതില് വിട്ട് അവർ തന്നിട്ടുണ്ട് 9 എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എത്രയാണ് 9. അപ്പൊ ഇവിടെ 9 എന്നാണ് വരിക. ബോട്ടത്തിലും എന്തെന്നെ വരിക 9. പിന്നെ ഹൈറ്റ് എത്രയാണ് 1. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും 1 തന്നെയാണ് കേട്ടോ വരിക. ഇനി ഇവിടെ 9 അപ്പൊ 9 + 1 10, 10 + 9 19, 19 + 1 20 ആണ് കിട്ടാ. ഇവിടെ എന്താ വരിക 20. അപ്പൊ അതും കിട്ടിക്കഴിഞ്ഞു കേട്ടാ. പെരിമീറ്റർ നമ്മൾ തന്നെ കൊണ്ട് കണ്ടുപിടിക്കും, എല്ലാ സൈഡും കൂടി കൂട്ടുക, അത്രയും കണ്ടു കിട്ടാ. അപ്പൊ ഇതിന് അടുത്തത് വിടുത്ത് വന്നിട്ടുണ്ട് 4 ആണ് കേട്ടാ. അപ്പൊ ജസ്റ്റ് ആണെങ്കിൽ സാറ് എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കിൾ കൊണ്ട് വരച്ചു തരേ. സാറ് ഇവിടെ വരയ്ക്കുക റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന് പകരം വേറെ റെക്ടാങ്കിൾ വരച്ചു തന്നോളൂ കേട്ടാ. 4 ബോട്ടത്തിലും 4 തന്നെ. പിന്നെ അവര് ഹൈറ്റ് വന്നിട്ടുണ്ട് 3 ആണ്. 3 ലെഫ്റ്റിലും റൈറ്റിലും 3 തന്നെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും, യെസ് 4 + 3 + 4 + 3 ആഡ് ചെയ്യും അല്ലെ. 4 + 3 7, 7 + 4 എത്രയാണ്, യെസ് 11 ആണ് അല്ലെ. 11 + 3 എത്രയാ 14 ആണ്. ശരി, അപ്പൊ ഇവിടെ ആൻസർ 14 ആണ് കിട്ടുക. അപ്പൊ ഇനി ഇത് ആവശ്യമില്ലല്ലോ, അപ്പൊ ഞാൻ ഇത് മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ആൻസർ മാത്രം എഴുതുന്നുണ്ട്. ശരി, ഇനി നെക്സ്റ്റ് അടുത്ത ഇതിൽ നോക്കുമ്പോൾ ഇതില് വിടുത്ത് തന്നിരിക്കുന്നത് എത്രയാണ് 6 ആണ്. ഹൈറ്റ് 2 ആണ്. അപ്പൊ വിത്തിന്റെ അവിടെ 6 എന്ന് എഴുതാ. ബോട്ടം സെയിം തന്നെ ആയിരിക്കും, ടോപ്പിലും ബോട്ടത്തിലും എന്ത് തന്നെയായിരിക്കും 6 തന്നെ. ഹൈറ്റ് എത്രയാണ് 2 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 എന്ന് കൊടുക്കുക കേട്ടാ. എത്രയാണ് 2 തന്നിട്ടുണ്ട്. അപ്പൊ 2 നമുക്ക് വേണ്ടത് പെരിമീറ്റർ ആണ്. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 6 + 2 + 6 + 2 ചെയ്യണം അല്ലെ. ഇത് ഈ 4 സൈഡും കൂടി കൂട്ടണം. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട സാറേ എന്ന് ചോദിക്കുന്നുണ്ട് ചില കുട്ടികൾ, എന്നാലും വേണ്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് എന്തിനാ, കുട്ടികൾ നിങ്ങൾക്ക് അത് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് വീണ്ടും കാര്യത്തിലേക്ക് വരാം. അപ്പൊ 6 + 2 എത്രയാണ് 8 ആണ്. 8 + 6 14 ആണ്. 14 + 2 എന്ന് പറയുന്നത് 16 ആണ് കേട്ടോ. അത് കിട്ടിയില്ലേ, അതും കിട്ടി. അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് അവര് 12 എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. 12 ശരിയാണല്ലോ, 12. അപ്പൊ എന്താണ് ഹൈറ്റ് എത്രയാ 1 ആണ് കേട്ടാ. ഇത് ടോപ്പിലും 12 തന്നെയാണ്, ഹൈറ്റ് 1. അപ്പൊ 12 + 1 13 ആണ്. 13 + 12 25 ആണ്. ചെയ്ത് നോക്കൂ കേട്ടോ. 25 + 1 26. അപ്പൊ എല്ലാ പെരിമീറ്ററും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പൊ ഈ ടാസ്കും കൂടി നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞു അല്ലെ. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും കിട്ടിയില്ലേ. ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ റെക്ടാങ്കിളിന്റെ എല്ലാ സൈഡും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി അല്ലെ. എത്ര സൈഡ് ഉണ്ടോ അത്ര സൈഡ് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ, യെസ്. ഇനി നമുക്ക് പെരിമീറ്റർ ഒന്ന് മാറിയിട്ട് നമ്മൾ എവിടേക്ക് പോവാണ്, മെഷറിംഗ് ഇൻസൈഡ്സ്. ഇൻസൈഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പോവാണ്. നമ്മള് റെക്ടാങ്കിളിന്റെ ബൗണ്ടറീസിൽ കിടന്ന് കളിക്കുകയായിരുന്നു അല്ലെ. ചുറ്റുമുള്ള അളവ് നമ്മള് ചുറ്റളവ് എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് കേട്ടാ. ഈ ബൗണ്ടറിയിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ മെഷർമെന്റ് ഒക്കെ നമ്മൾ അളന്നു. ഇനി നമ്മള് ഒരു റെക്ടാങ്കിൾ എടുത്ത് ആ റെക്ടാങ്കിളിന്റെ ഇൻസൈഡ് ഉൾഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസൈഡ് നമ്മൾ കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എത്ര പെയിന്റ് വേണം, എത്ര കളർ വേണം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കില്ലേ. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ പെരിമീറ്ററിനോട് സെയിം ആയിരിക്കുമോ? അപ്പം ആ ഉള്ളിലുള്ള അളവ് എന്തോ ആണ്.
അത് ഈ പെരിമീറ്ററിനോട് സെയിം ആയിരിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നേരത്തെ ചെയ്ത അതേപോലെ കണ്ടോ, നേരത്തെ നമ്മള് ടേബിൾ അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ആ ടേബിളിൽ നോക്കുന്ന സമയത്ത് അതിലെ ഫസ്റ്റ് റോയും ഫിഫ്ത്ത് റോയും ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലുള്ള പിക്ചറും അതുപോലെ 1 2 3 4 5 ഫിഫ്ത്ത് റോയിലുള്ളതും ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, എന്ത് മനസ്സിലാക്കാം? ഈ രണ്ട് പിക്ചർ അവിടെ കണ്ടിട്ടുണ്ട്, വേറെ ഒന്നും മനസ്സിലാക്കാനില്ല. അങ്ങനെ ഈ രണ്ടെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ രണ്ട് പിക്ചർ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ. യെസ്, റെഡി. ഇതെന്താ സാർ അങ്ങനെ ഒരു പറച്ചില് എന്ന് ചോദിച്ചു വരരുത്. ജസ്റ്റ് സാറ് പറഞ്ഞു എന്നുള്ളൂ. ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് അപ്പൊ അത് പോട്ടെ. നമ്മളിപ്പോ അതിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, രണ്ട് റെക്റ്റാങ്കിൾ കാണുന്നില്ലേ? രണ്ട് റെക്റ്റാങ്കിൾ കാണുന്നുണ്ടോ? ഇതിന്റെ രണ്ടിന്റെ പെരിമീറ്റർ ഒന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് മെഷർമെന്റ് തന്നിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ തന്നിട്ടുണ്ട്, ഇതിൽ തന്നിട്ടില്ല അല്ലെ. തൽക്കാലം ഞാൻ 6 കൊടുത്തു, 1 കൊടുത്തു മെഷർമെന്റ്. ഇത് ടോപ്പിൽ എന്താണോ അതന്നെയാണ് ബോട്ടത്തിലും വരിക, അപ്പൊ 6 തന്നെ. റൈറ്റ് സൈഡിൽ എന്താണോ അതന്നെയാണ് ലെഫ്റ്റിലുള്ള മെഷർമെന്റുമായിട്ട് വരിക. അപ്പൊ ഈ ഒരെണ്ണത്തിന്റെ ഇതിന്റെ പെരിമീറ്റർ 14 ആണ് കിട്ടാട്ടാ. അപ്പൊ അത് തന്നെയാണ് സെയിം, 14 തന്നെയാണ് വരിക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4ഉം ഇത് 3ഉം ഈ ടോപ്പിലുള്ളത് തന്നെയാണ് ബോട്ടത്തിലും. അപ്പൊ ഇതും 4 തന്നെയാണ് വിട്ടായിട്ട് വരിക. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഇതില് 3 ആണ് കേട്ടോ, 3. അതൊക്കെ ഓക്കെ ആയല്ലോ. ശരി. അപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇതിന്റെയും പെരിമീറ്റർ എടുക്കുന്ന സമയത്ത് 4 + 3 7, 7 + 4 7 + 4 എന്താണ്? 11 ആണ്. 11 + 3 14 ആണ്. അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ രണ്ടു പേരുടെയും പെരിമീറ്റർ എന്താണ്? സെയിം ആണ്, 14 ആണ്. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടിന്റെയും പെരിമീറ്റർ ചെയ്യുന്ന സമയത്ത് സെയിം കിട്ടി എന്നർത്ഥം അല്ലെ. 14 കിട്ടി എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും പെരിമീറ്റർ സെയിം ആയി എന്നല്ലേ അർത്ഥം. അങ്ങനെ രണ്ടെണ്ണത്തിന്റെയും രണ്ടു പേരുടെയും പെരിമീറ്റർ സെയിം ആയിട്ടുണ്ട്. ബട്ട് ദ റെക്ടാങ്കിൾസ് ഓൺ ലെഫ്റ്റ് ഈസ് മെയ്ഡ് വിത്ത് 6 സ്മോൾ സ്ക്വയേഴ്സ് അല്ലെ. ഈ ലെഫ്റ്റിലുള്ള റെക്ടാങ്കിൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര സ്ക്വയർ വെച്ചിട്ടാണ്? 1 2 3 4 5 6 സ്ക്വയർ വെച്ചിട്ടാണ്. ഇതേപോലെ തന്നെയാണോ റൈറ്റിലുള്ള റെക്ടാങ്കിൾ മെയ്ഡ് ചെയ്യുമ്പോൾ സ്മോൾ സ്ക്വയേഴ്സ് എടുത്തിട്ടുള്ളത്? ഈ 6 തന്നെയാണോ? ഈ 6 സ്മോൾ സ്ക്വയേഴ്സ് വെച്ചിട്ട് തന്നെയാണോ റൈറ്റ് സൈഡിലുള്ള റെക്ടാങ്കിൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം. എന്നാലും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ ആദ്യത്തേല് 6ഉം പിന്നത്തേല് 12 ആണ്. ഇതിനൊക്കെ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. എല്ലാ സ്ക്വയറിന്റെയും സൈഡ് എന്ന് പറയണത് എന്താണ്? 1 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോ ഇതിൽ 6 എണ്ണമായിരുന്നു, അതില് 12 ആയിരുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ ഉള്ളിലുള്ള അളവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിലുള്ള മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള സ്പേസിന്റെ മെഷർ എന്ന് പറയുന്നത് ഇൻസൈഡ് ഉള്ളിൽ അല്ലെ സ്പേസ് എന്താണ്? മെഷർ ഓഫ് സ്പേസ് ഇൻസൈഡ് ദ റെക്ടാങ്കിൾ വിൽ നോട്ട് ബി ദി സെയിം ആയിരിക്കുമോ? അല്ല അല്ലെ. ഉള്ളിലുള്ളത് ഇപ്പോ എഡ്ജ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പെരിമീറ്റർ സെയിം ആയതിന്റെ പേരിൽ ഉള്ളിലുള്ള മെഷർമെന്റ് എന്തായില്ല? സെയിം ആവണമെന്ന് ഇല്ല അല്ലെ. സെയിം ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ശരി. സെയിം ആവില്ല എന്നല്ല, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ശരി. അപ്പോ സാറ് പറഞ്ഞതിൽ നിന്ന് ഒന്ന് മാറിപ്പോവാണ്. അപ്പൊ പെരിമീറ്റർ സെയിം ആയി എന്ന് വെച്ചിട്ട് ഏരിയ എന്താവണമെന്നില്ല, സെയിം ആവണമെന്ന് ഇല്ല. അത്ര കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തതിൽ നോക്കൂ. റെക്ടാങ്കിൾ ഓൺ റൈറ്റ് ഇസ് മോർ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റെക്ടാങ്കിൾ റൈറ്റ് സൈഡിലുള്ള റെക്ടാങ്കിളിന് കുറച്ചും കൂടി സ്പേസ് ഉണ്ട് അല്ലെ. കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ട് എടുക്കോ കുറച്ചും കൂടി വലുതായിട്ട് വരുന്നതും
ബെറ്റർ ആയിട്ട് തോന്നുന്നതും കുറച്ചുകൂടി വിഡ്ത്തും ഹൈറ്റ് ഒക്കെ ഉള്ളത് ഏതാണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ 6 സ്ക്വയർ സ്മോൾ സ്ക്വയേഴ്സ് ആണ് എടുത്തത്, ഇവിടെ ആണെങ്കിൽ 12 സ്ക്വയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നമ്മൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കുക ഏതാണ് സ്പേസ് കൂടുതൽ വരിക എന്നുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, റെക്ടാങ്കിൾ ഓർ റൈറ്റ് ഈസ് മോർ സ്പ്രെഡ്, നമ്മൾ കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു മെഷർ ഓഫ് സ്പ്രെഡിനെ നമുക്ക് എന്ത് വിളിക്കാം, ഏരിയ എന്ന് വിളിക്കാം. കുറച്ചും കൂടി നമ്മൾ പറയില്ലേ എന്താണ്, ആദ്യത്തേല് 6 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്, അത് കഴിഞ്ഞിട്ട് കുറച്ച് മറ്റേതിൽ കുറച്ചും കൂടി സ്ക്വയേഴ്സ് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇരിക്കുന്നത്, കുറച്ചും കൂടി സ്പേസ് കൂടുതലുള്ളത് രണ്ടാമത്തേനാണ് അല്ലെ. കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ട് കാണാൻ പറ്റുന്നത് രണ്ടാമത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടാമത്തേലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് സ്മോൾ സ്പ്രെഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്പ്രെഡ്, the measure of a spread is called area എന്നാ പറയാ. Just as we measure the length using the fixed length such as centimeters and meters, and we measure the area using predetermined squares കേട്ടോ. ജസ്റ്റ് ഞാനിത് എന്താണെന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നോക്കൂ, ഈ ലെങ്ത്തുകൾ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റേഴ്സ് ഒക്കെ, മീറ്ററിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് സ്ക്വയേഴ്സ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ലെങ്ത് സെന്റിമീറ്ററിലോ അല്ലെങ്കിൽ മീറ്ററിലോ ഒക്കെ നോക്കാറുണ്ട്. ജസ്റ്റ് നോക്കാട്ടാ. ഒരെണ്ണം ഒരു സ്ക്വയർ എടുത്തു, ഒരു സ്ക്വയർ ഞാൻ എടുക്കുകയാണ്. കണ്ടോ ഒരു സ്ക്വയർ, അതിന്റെ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. ഞാൻ CM അല്ലെങ്കിൽ മീറ്ററിൽ നോക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ CM നോക്കുന്നത് കേട്ടാ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാനൊരു ചെറിയൊരു രഹസ്യം പറയാണ് കേട്ടാ. രഹസ്യം ആണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ തരികയാണെന്ന് വിചാരിക്കാം, 1 cm വെച്ചിട്ട് തന്നു എന്ന് വിചാരിക്കുക. അവന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എങ്ങനെയായിരിക്കും, 1 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഒരു സ്ക്വയർ ആണ്, 1 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 1 cm വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതിന്റെ ഏരിയ 1 ആണ്. ഇനി അതല്ല, 2 സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയറിന്റെയും സൈഡ് തന്നെയായിരിക്കും 1 വെച്ചിട്ട് തന്നെയായിരിക്കണം കേട്ടോ. സൈഡുകൾ 1 ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എത്രയാണ്, ഒരെണ്ണാവുമ്പോൾ 1 തന്നെയാണ്. 2 സ്ക്വയർ ഉണ്ട് ഇങ്ങനത്തെ സെയിം രീതിയിലുള്ളത് 1 cm ആയിട്ടുള്ള 2 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ 2 ആണ്. ഇതേപോലെ 3 സ്ക്വയർ ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്, സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും സൈഡ്, ഓരോന്നിന്റെയും സൈഡ് 1 വെച്ചിട്ടാണ്, 3 അല്ല 1 ആണ്. അപ്പോ 3 സ്ക്വയർ അല്ലേ, അപ്പൊ അതിന്റെ ഏരിയ 3 തന്നെ ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ 4 എടുത്താലോ, 4 കൺസിഡർ ചെയ്യാം കേട്ടോ. എല്ലാത്തിന്റെയും സൈഡ് തന്നെയാണ് 1. ഓക്കെ, അപ്പൊ 4 സൈഡും 1 തന്നെ ആയിരിക്കും. അപ്പൊ 4 കൺസിഡർ ചെയ്താൽ അതിന്റെ ഏരിയ 4 ആയിരിക്കും കേട്ടോ. ഇനി ഇതേ സെയിം രീതിയിൽ തന്നെ ഇത് തന്നെയായിരിക്കും. ഇപ്പൊ CM പറഞ്ഞ പോലെ CM ഇനി അടുത്തത് നമുക്ക് ഇത് തന്നെ, ഈ ഒരു കാര്യം തന്നെ നമുക്ക് എന്തിലും പറയാം, മീറ്ററിലും പറയാട്ടോ. മീറ്ററിലും ഇതേ രീതിയിൽ തന്നെ ഈ സെയിം കാര്യം തന്നെ നമുക്ക് എന്തിലേക്കും കൂടി പറയാം. പറഞ്ഞല്ലോ, CM മാത്രമല്ല എടുക്കുക, എന്തിലും കൂടി പറയാറുണ്ട്, മീറ്ററിലും കൂടി മെഷർമെന്റ് അളക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞുകൊണ്ടും തെറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏരിയ കാണാൻ എന്താ ചെയ്തത്, ഒരു സ്ക്വയർ ഇപ്പൊ നോക്കി ഒന്നുകൂടി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ സ്ക്വയർ എടുത്തു, ഈ സ്ക്വയർ എടുത്തു, ജസ്റ്റ് നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സ്ക്വയർ എടുത്തു, ആ സ്ക്വയർ, ഒരു സ്ക്വയർ എടുത്തെ എല്ലാതിന്റെ സൈഡ് 1 cm ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ എല്ലാതിന്റെ സൈഡ് എന്താണ്, 1 cm ആണോ എന്ന് നോക്കും. നീ 1 cm ഈ സ്ക്വയറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, സ്ക്വയറിനോട് ചോദിക്കാൻ പറ്റുമോ, ഇല്ല, അവര് മിണ്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് തന്നിട്ടുണ്ടാവും. അപ്പൊ 1 cm ആണ് ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ്. 1 cm ആണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് എന്താണ്, 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും, 1 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ്
ആ ഒരു സ്ക്വയറിന്റെ സൈഡ്സ് 1 സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നോക്കൂ, ജസ്റ്റ് ഒരു കാര്യം കൂടി. അപ്പൊ ഞാനൊരു സ്ക്വയർ വരച്ചു. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എല്ലാ സൈഡുകളും 1 സെന്റിമീറ്റർ ആണോ എന്ന് നോക്കൂ, അല്ലെങ്കിൽ 1 മീറ്റർ ആണോ. 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ 1 cm സ്ക്വയർ അല്ലെങ്കിൽ 1 സ്ക്വയർ സെന്റിമീറ്റർ. നമുക്ക് ഈ cm സ്ക്വയറിന് ഇതുകൊണ്ട് തെറ്റില്ല കേട്ടാ, അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതണം. സ്ക്വയർ cm കണ്ടില്ലേ, ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. യെസ്. ഇനി അല്ല മീറ്ററിലാണെന്നുണ്ടെങ്കിലോ 1 m സ്ക്വയർ എന്നൊക്കെ പറയൂട്ടാ. ഇനി അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇനി 2 വന്നിട്ടാ, 2 ഉണ്ട്, 2 സ്ക്വയർ തന്നെയാണ്. എല്ലാത്തിന്റെയും സൈഡ് 1 cm ആണ്. അപ്പൊ 2 ഉള്ളത് കൊണ്ട് അതിന്റെ ഏരിയ എന്തായിരിക്കും? 2 cm സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ cm സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. 2 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ സെയിം അല്ലെ. ഇതൊക്കെ നമ്മൾ എന്താണോ പറഞ്ഞേക്കണേ? ഇതൊക്കെ നമ്മൾ എന്താണോ പറഞ്ഞേ, മറന്നത്? യെസ്. എല്ലാ സ്ക്വയറിന്റെയും ഒരു സൈഡ് എന്ന് പറയണത് എന്താണ്? 1 cm ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എത്ര സ്ക്വയർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്താൽ മതി അല്ലെ. കൗണ്ട് ചെയ്യാം. അപ്പൊ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് കൗണ്ട് ദോസ് സ്ക്വയേഴ്സ്, സ്മോൾ സ്ക്വയേഴ്സ്. ഓക്കെ. അപ്പൊ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. അപ്പൊ ഇതിൽ 6 ആണ് കാണാറുള്ളത്. അപ്പൊ അതിന്റെ ഏരിയ 6 ആയിരിക്കും. ഒപ്പം തന്നെ പെരിമീറ്ററും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെരിമീറ്റർ ഓൾറെഡി എഴുതിയില്ലേ? ഇതിന്റെ പെരിമീറ്റർ എന്താ വരിക? 10 ആണ്. കാരണം ഇത് വീണ്ടും എഴുതിപ്പിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഓർത്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ആ ഡിഫറൻസും കൂടി അറിയണമല്ലോ. പെരിമീറ്റർ സെയിം ആണെന്ന് വെച്ചിട്ട് ഏരിയയും എന്താവണമെന്നില്ല, സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കൂടി ആയിരിക്കും നമുക്ക് എഴുതുന്നത് കേട്ടോ. വീണ്ടും ചെയ്യാം. 3 + 3 6, 6 പ്ലസ് എന്തുകൂടി ചെയ്യാം? 2 + 2 4 അല്ലെ. 6 + 4 10. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് എഴുതാം. അപ്പൊ ആദ്യം പെരിമീറ്റർ എഴുതി പോവാ അല്ലെ. പെരിമീറ്റർ മാത്രം എഴുതി പോവാ. അപ്പൊ പെരിമീറ്റർ എന്താണെന്നുള്ളത് നമുക്ക് അറിയാലോ, ഒരു വട്ടം ചെയ്തതല്ലേ. പിന്നെ ഞാൻ വീണ്ടും റിസ്ക് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. ജസ്റ്റ് പെരിമീറ്റർ എഴുതി പോകുന്നുണ്ട്. ഓക്കെ. ഇനി ഏരിയ പറയുമ്പോ ഈ ഏരിയ കിട്ടാൻ എന്ത് ചെയ്യണം? എത്ര സ്ക്വയേഴ്സ് ഉണ്ട് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6. അപ്പൊ ഇതിന്റെ ഏരിയ 6 ആയിരിക്കും കേട്ടോ. ഇനി ഇതേപോലെ ഇവിടെ നോക്ക്. 1 2 3 4 5 6 7 8 9. അപ്പൊ ഇതിന്റെ ഏരിയ 9 ആണ്. 1 2 3 4 5 6 7 8 9. അപ്പൊ അതിന്റെ ഏരിയ 9 തന്നെയാണ് കേട്ടോ. ഇതേപോലെ എല്ലാതിന്റെയും സ്ക്വയേഴ്സ് എന്ത് ചെയ്യണം? സ്വയം ഒന്ന് കൗണ്ട് ചെയ്തിട്ട് രേഖയെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് പോയാൽ മതി. അതൊന്ന് പോസ് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ഇതൊക്കെ ശരി തന്നെയല്ലേ, സാറ് ചെയ്തതും ശരിയാണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്താണോ നിങ്ങളുടെ മദറിനെ വിളിക്കുക. എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആരാണ് പാരന്റ് ആയിട്ടുള്ളത് അവർ വിളിക്കുക. അയ്യോ എനിക്കിത് കിട്ടിയിട്ടോ, സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, എനിക്കത് കിട്ടി എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടാ. ഞാൻ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 12 ആണ് കിട്ടിയത് കേട്ടോ. ഇതേപോലെ ഇവിടെ നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 ആണ് കിട്ടുന്നത്. വീണ്ടും 1 2 3 4 5 6 7 8 9 10 11 12 തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ലാസ്റ്റത്തെ 3 12 ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് 1 സെന്റിമീറ്റർ ഈസ് സെഡ് ടു ബി 1 സ്ക്വയർ സെന്റിമീറ്റർ എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതേപോലെ തന്നെ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് 1 മീറ്റർ ആണ്. ഒരു സ്ക്വയറിന്റെ സൈഡ്സ് 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ മീറ്റർ ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. 2 വരുമ്പോ 2 വരും. ഇനി കാൽക്കുലേഷനിലേക്ക് പോവാണ്. കറക്റ്റ് കാൽക്കുലേഷൻ നമ്മളിപ്പോ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ആദ്യം ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം.
ഓക്കെ, വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം, അപ്പൊ ചോദിക്കുന്നുണ്ടാവാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, എത്ര സൈഡുകളുണ്ട് നോക്കൂ അല്ലെ. അപ്പോൾ ആഡിങ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് 1/1 അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. അങ്ങനെ 1/1 ആയിട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? യെസ്, നോക്കണോ അല്ലെ. യെസ്, കൗണ്ട് ചെയ്യാം. നോക്കൂ, ആദ്യം 5, ടോപ്പിലും എന്തെന്നായിരിക്കും 5 തന്നെ വരിക. ലെഫ്റ്റില് 3 ആയതുകൊണ്ട് റൈറ്റിലും 3 തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യം 5 + 3 ചെയ്യുമ്പോൾ 8 + 5 ചെയ്യുന്ന സമയത്ത് 13 + 3 ചെയ്യുമ്പോൾ 16. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡുകളും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16 ആണ് കിട്ടുക. ഇത് നമ്മൾ ഒരു വട്ടം ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് വിശ്വാസത്തിൽ സാർ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ എല്ലാ സൈഡും കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 16 ആണ് കിട്ടിയത്. ഇത് നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം. ഇനി നമ്മൾ കറക്റ്റ് എളുപ്പവഴിയിലേക്ക് പോവാണ് കേട്ടോ, ഈസി ആയിട്ടുള്ള വെയിൽ കൂടെ പോവാണ്. എല്ലാം കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ഇങ്ങനെയും ചെയ്യാം, ഈ രീതിയിലും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും നമുക്ക് നോക്കണമല്ലോ. ഒരു രീതി മാത്രമല്ല, പല രീതികളുണ്ട്. അപ്പൊ നോക്കാം, ഈ ഒരു രീതി നോക്കാം. നോക്കൂ, സൈഡുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 2 എണ്ണം. ഇപ്പൊ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ റെക്ടാങ്കിളിന്റെ ടോപ്പും ബോട്ടും എന്തായിരിക്കും? ടോപ്പും ബോട്ടും അല്ലെ. ജസ്റ്റ് നോക്കൂ, ഞാൻ ടോപ്പിന് വേറെ കളർ കൊടുക്കണ. ടോപ്പും ബോട്ടും എന്താണ് പറഞ്ഞിട്ടുണ്ട്? ടോപ്പും ബോട്ടും എന്താണ്? ടോപ്പും ബോട്ടും സെയിം ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് പറയാം, ഇപ്പൊ ഒരു 5 ആണെന്ന് വിചാരിക്കും, ഇതൊരു 5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 5 × 2 എന്ന് എഴുതാം. ഓക്കെ, 5 + 5 എന്ന് എഴുതണ്ട, എന്ത് ചെയ്താൽ മതി? 5 × 2. ഓക്കെ, 2 പ്രാവശ്യം കൂട്ടുന്നു. 5 എന്ത് ചെയ്തിട്ടു? 2 പ്രാവശ്യം കൂട്ടുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ 5 × 2 ആണ്. ഇതേപോലെ തന്നെ എനിക്ക് കോളം കൂടി നോക്കാം. സോറി, നമ്മൾ ടോപ്പും ബോട്ടും നോക്കിയ പോലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒന്ന് നോക്കണം. ഓക്കെ, ലെഫ്റ്റും റൈറ്റും നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഒരു അളവ് മെഷർമെന്റ് 3 ആണെന്ന് വിചാരിക്കുക. 3 എത്ര ആവശ്യമുണ്ട്? 2 ടൈംസ്. അപ്പൊ അതും 2 ടൈംസ്. അപ്പൊ 3 × 2 എന്ന് എഴുതിയാലും 2 × 3 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നും ഇല്ലാട്ടാ. ഇനി ആണ് കളി. നോക്കൂ, ഇതിൽ നോക്ക്, പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ twice 5. വീണ്ടും നമ്മൾ കാര്യത്തിലേക്ക് വരാം. twice 5 and twice 3 is twice 8 ആണ് എന്നുള്ളത് നമുക്ക് പഠിച്ചു വെക്കണം. എങ്ങനെ ഈ 8 കിട്ടി? വേറെ ഒന്നുമില്ലടാ, 5 × 2 ചെയ്തില്ലേ, പ്ലസ് 3 × 2 ചെയ്തു. ഈ 5ഉം 3ഉം എന്ത് ചെയ്താൽ മതി? ഒന്ന് പ്ലസ് ചെയ്യുക. 5ഉം 3ഉം എന്ത് ചെയ്യണം? ഒന്ന് പ്ലസ് ചെയ്യുക. 5ഉം 3ഉം പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? 8. 5ഉം 3ഉം പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? 8. അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് ചെയ്ത് പോയാൽ മതി കേട്ടാ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോ ആൻസർ എന്ത് വരും? നമ്മളെ ആൻസർ പറഞ്ഞില്ല അല്ലെ, പറയാട്ടോ. 5 + 3 എന്ന് പറയുന്നത് 8 ആണല്ലോ. അപ്പൊ 8 × 2 എന്താണ്? 8 × 2 16. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടാ. എന്താ ചെയ്യുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ, ചെയ്ത് നോക്കാം. നോക്കിയേ, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? അതിന്റെ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ലെങ്ത് എന്താണ് തന്നിട്ടുള്ളത്? ഇതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ആ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ ലെങ്ത് ഒരെണ്ണം തന്നിട്ടുള്ളത് 10ഉം 5ഉം ആണ് കേട്ടോ. 10ഉം 5ഉം ആണ്. ആണോ അല്ലേ? ആണ്. അപ്പൊ ആ റെക്ടാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. റെക്ടാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ചു. റഫായിട്ടാണ് വരച്ചിട്ടുള്ളൂ സാറ്, നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചു പോയിക്കോളൂ കേട്ടോ. 10ഉം 5ഉം ഒക്കെ എടുക്കാൻ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് 10, ഇതൊന്ന് 5. അതൊക്കെ സൈഡ് കിട്ടി. പിന്നെന്താ ഒരു പറഞ്ഞേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാം അല്ലെ. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഓഫ് സൈഡ്സ് 10 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ ഇൻ സിമിലർ വേ. നമ്മളിപ്പോൾ ചെയ്ത വേയിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പൊ 10, ഇതും 5. അപ്പൊ ആൻസർ എന്താ വരിക? പറഞ്ഞു. പെരിമീറ്റർ ഈക്വൽ ടു 10 × 2 എന്ന് എഴുതും അല്ലെ. 10 2 ടൈംസ്, ബോട്ടത്തിലുണ്ട് ടോപ്പിലുണ്ട്. ഇതേപോലെ ഇവിടെ എന്താ 5 എന്ന് പറയുന്നത് 2 ടൈംസ്.
ടോപ്പ് ഒന്നെങ്കിൽ ബോട്ടം അല്ലെങ്കിൽ ടോപ്പ്. ഇനി അതല്ല ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. അപ്പൊ അത് ലെഫ്റ്റും റൈറ്റും വരുന്നത് 5 ആണെന്ന് വിചാരിക്കുക. അത് 2 ടൈംസ് അല്ലേ റെക്ടാങ്കിൾ വരച്ച് നോക്കുക. 10 2 ടൈംസ് ഉണ്ട്, 5 2 ടൈംസ് ആണ്. ഇനി എന്താ അവർ പറഞ്ഞു, അങ്ങനെ വരികയാണെങ്കിൽ 10 5 കൂടി പ്ലസ് ചെയ്യണം അല്ലെ. 10 പ്ലസ് 5 ചെയ്യണം. ഇൻറ്റു എന്ത് ചെയ്യുക, അതേമാതിരി 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലസ് 10 ചെയ്ത് കഴിഞ്ഞാൽ 15 ടൈംസ് 2 ഇതാണ്. 15 ടൈംസ് 2 എന്താ 30 ആണല്ലോ. അപ്പൊ അതിന്റെ ആൻസർ 30 ആണ് കേട്ടോ. 30 യൂണിറ്റ് എന്താ cm, സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ദ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഈസ് ടൈസ് ദി സം ഓഫ് സൈഡ്സ്. അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ സമ്മ് 10ഉം 5ഉം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മ് എടുക്കുകയാണ്. ആ സമ്മിന്റെ ട്വൈസ് ആണ് എന്ത് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 cm അല്ലെ. 15 × 2 30 cm. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് അവർ തന്നിട്ടുണ്ട്. ഇത് നോക്കൂ, എത്രയൊക്കെയാണ് സൈഡ്, 6ഉം 3ഉം ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ് വെച്ചിട്ട് നോക്കുമ്പോൾ 6ഉം 3ഉം എന്ത് ചെയ്യണം, പ്ലസ് ചെയ്തിട്ട് ട്വൈസ് ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലെ. പ്ലസ് ചെയ്യുന്ന സമയത്ത് 9 കിട്ടും. 9 × 2 18 ആണ് കേട്ടോ. 18 cm ആണ് ആദ്യത്തെ പെരിമീറ്റർ കിട്ടുക. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ 18 ആണ്. കിട്ടിയില്ലേ സെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. അടുത്തത് എന്താ, 13ഉം 7ഉം. ഇതിന്റെ ആൻസർ എന്താ കിട്ടിയത്, 18 cm. ആദ്യത്തെ 18 cm എന്ന് കിട്ടി. രണ്ടാമത്തെ 13, ഇത് സൈഡുകൾ ഏതൊക്കെ, 13ഉം ഉണ്ട് 7ഉം ഉണ്ട്. അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരിക, 20 അല്ലെ. 20 × 2 ആൻസർ 40 കിട്ടിയില്ലേ, 40 cm. അപ്പൊ രണ്ടാമത്തെ ആൻസർ 40 cm കിട്ടിയില്ലേ, 40 cm എന്ന് കിട്ടി അല്ലെ. നെക്സ്റ്റ്, അപ്പൊ ആദ്യത്തെ ആൻസർ 18 ആണ് നമുക്ക് കിട്ടി. ഞാനിത് വീണ്ടും എഴുതുന്നില്ല കേട്ടോ, ജസ്റ്റ് നോക്കണേ. ഇത് അടുത്തതിന്റെ 14 കിട്ടി. ഇനി അടുത്തത് 6ഉം 6ഉം ആണ്. അപ്പൊ സൈഡുകൾ രണ്ടും കൂടി പ്ലസ് ചെയ്യണം. എഴുതിക്കോട്ടെ, പെരിമീറ്റർ ഈക്വൽ ടു പറഞ്ഞിട്ട് സാർ ഇവിടെ എഴുതുന്നില്ല. സാറിന് ഇവിടെ സ്ഥലം കുറവായത് കൊണ്ട്, സ്ഥലം കുറവ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് കേട്ടോ. സാറ് പറഞ്ഞത് ഇവിടെ അധികം സ്പേസ് ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഏരിയ കുറവാണ് അല്ലെ. കുറഞ്ഞ ഏരിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. തൽക്കാലം നമ്മുടെ ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. അതിലും ബുക്കിലും സ്ഥലമില്ല പറഞ്ഞിട്ട് ഇരിക്കരുത്, ചെയ്യണേ. അപ്പോൾ 6 പറഞ്ഞു തന്നത് 2 സൈഡുകൾ വന്നിട്ടുണ്ട്. 2 സൈഡും പ്ലസ് ചെയ്യും ഇൻറ്റു 2 ചെയ്യണം അല്ലെ. പെരിമീറ്റർ കിട്ടാൻ അങ്ങനെയാണല്ലോ ചെയ്യാറ്. ശരി, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ 6 + 6 എന്താ, 12 ഇൻറ്റു, അപ്പൊ 12 × 2 24. അപ്പൊ തേർഡ് വണ്ണിന്റെ ആൻസർ 24 cm ആണ്. ശരിയാണല്ലോ. അപ്പൊ 3 നമ്മൾ ചെയ്തേ. ആദ്യത്തെ ആൻസർ എന്താ കിട്ടിയെന്നുള്ളത് വീണ്ടും പറയണോ. ആദ്യത്തെ ആൻസർ 18 ആയിരുന്നു കിട്ടിയത് കേട്ടോ. ആദ്യത്തെ ആൻസർ 18, രണ്ടാമത്തെ ആൻസർ 14, പിന്നത്തെ ആൻസർ 24 ആണ് കിട്ടി. കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടാ. ഇനി അടുത്തത് 25. അങ്ങനെയല്ല, കുട്ടികൾക്ക് കിട്ടിയത് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. സാറിന്റെ കറക്റ്റ് ആയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്കും അത് തന്നെയല്ലേ കിട്ടി എന്നുള്ളത് നോക്കണം. അടുത്ത് നോക്കി, അടുത്ത 2 സൈഡുകൾ ഏതൊക്കെയായിരുന്നു, 25ഉം 15ഉം ആണ് കേട്ടോ. മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് മാറ്റും, വേറെ ഒന്നും മാറ്റില്ല, സെയിം വേ തന്നെയാ. അപ്പൊ ഇത് സം ചെയ്യുന്ന സമയത്ത് എന്താ വരിക, 40 ആണ് വരിക. 25 + 15 40 × 2 ആൻസർ 80 മീറ്ററിലാണ് കേട്ടോ. മീറ്റർ അല്ലേ, മീറ്ററിലാണ് കാണിക്കുക. നാലാമത്തെ ആൻസർ 80 meters എന്നാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ലാസ്റ്റ് വൺ ആണ്. 34 + 16 ആണ് ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ 50 × 2 ആൻസർ 100 മീറ്റർ. മീറ്ററിലല്ലേ തന്നിരിക്കുന്നത്, അപ്പൊ മീറ്റർ തന്നെ എഴുതുക കേട്ടോ. മീറ്റേഴ്സിൽ കാണിച്ചിട്ട് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ സാറ് ഒന്നും കൂടി പറയട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. ഇനി മനസ്സിൽ പറയാട്ടാ, സാറ് പറയുന്ന പോലെ ചെയ്തു നോക്കും, മനസ്സിൽ വെച്ചിട്ട് പറയാം. നമ്മൾ മനസ്സിലാണ് ചെയ്യുക. 6 + 3 ചെയ്യും ഇൻറ്റു 2. 6 + 3 9. 9 × 2 6 + 3 9 × 2 18 കിട്ടിയല്ലോ. ഇനി ഇതേപോലെ 13ഉം 7ഉം 13 + 7 3 + 7
10 0 ഇത് റിമൈൻഡർ 1 അപ്പൊ 20 ആണ് കിട്ടുക. അപ്പൊ 20 അല്ലെ, 20 × 2 എന്ന് പറയുന്നത് 40 ആണ്. ഇതിന്റെ ഒക്കെ യൂണിറ്റ് CM ആണ് കേട്ടോ, സെന്റിമീറ്ററിൽ തന്ന കാരണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് 6 + 6 ചെയ്യുമ്പോൾ 12 ആണ്. 12 × 2 ചെയ്യുമ്പോൾ 24 CM. ഇനി ഇതേപോലെ അടുത്തത് 25 + 15 എന്ന് പറയുമ്പോൾ 20 + 10 എത്രയാ? 30. ഇനി ഓക്കെ ആണല്ലോ. 5 + 5 10, 30 + 10 40 ഇൻറ്റു, ഇനി അപ്പോൾ 40 ഇൻറ്റു പ്ലസ് ചെയ്തതിനു ശേഷം ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 40 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 80 യൂണിറ്റ് മീറ്റർ ആണ്, 80 മീറ്റർ. ലാസ്റ്റ് വേണമെങ്കിൽ മുകളിൽ എഴുതണോ അതോ താഴെ എഴുതണോ? വേണ്ട, പോട്ടെ, ഈ സൈഡിൽ തന്നെ എഴുതാം. 34 + 16, 34 + 16 എന്താണ് വരിക? യെസ്, 50 ആണ് ആൻസർ കേട്ടോ. 50 × 2 എന്ന് പറയുന്നത് 100 മീറ്റർ. ഇത്ര കാര്യമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നോക്കൂ, ഇതേ രീതിയിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവർ തന്നിട്ടുള്ളത് നമ്മൾ ഇത്ര നേരം സുഖസുന്ദരമായിട്ട് എന്താണ് ഏരിയയും അതുപോലെ പെരിമീറ്റർ ഒക്കെ കണ്ടുപിടിച്ചു, സമ്മതിച്ചു, നമ്മൾ ഓക്കെ സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു തരികയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തത് സ്മോൾ ആയിട്ടുള്ള സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്യല്ലേ ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. എത്ര 1 cm തന്നിട്ടുണ്ടായിരുന്നു, 1 cm തന്നിട്ടുള്ള ആ സ്ക്വയേഴ്സ് എത്ര സ്ക്വയർ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തു. ആ സ്ക്വയർ തന്നെ ആയിരിക്കും, ആ കൗണ്ട് ചെയ്ത നമ്പർ തന്നെ ആയിരിക്കും എന്ത് വരിക? ഏരിയ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് ചെയ്തത് അല്ലെ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളൊന്ന് ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 5 cm തന്നിട്ടുണ്ട്. ബോട്ടത്തിൽ എത്ര cm ആണ് തന്നിരിക്കുന്നത്? 5 cm. അപ്പൊ ഈ 5 cm-നെ 1 cm എന്നുള്ള ഇപ്പൊ ഒരു 5 cm-ന്റെ ഒരു ലൈൻ വരച്ചു. ഇത് 1 cm വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇതൊരു 1 cm എടുത്തു, ഇതൊരു 1 cm ആണ്. അങ്ങനെ 1 cm വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ലേ? അപ്പൊ എത്ര എണ്ണം വരും? എത്ര സ്പേസ് വരും അവിടെ? 1 2 3 4 5. അതേപോലെ തന്നെ കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് 1 2 3 4 5. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ലെറ്റ് പുട്ട് 1 row of such squares along a bottom sides. ഓക്കെ, അപ്പോ എത്ര സ്ക്വയേഴ്സ് വന്നു അവിടെ? എത്ര സ്ക്വയേഴ്സ് വന്നു? യെസ്, 5 അല്ലെ. 5 cm ആണ്. അപ്പോ 1 cm 1 cm 1 cm 1 cm 1 cm അങ്ങനെ 5 വരെ അല്ലെ. ഓരോ cm വെച്ചിട്ട് 1 cm വെച്ചിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 5 ആണ് നമുക്ക് കിട്ടുക, 5 ആണ് വരിക. ഇതേപോലെ സെക്കൻഡ് റോ നമ്മൾ എഴുതി. സെക്കൻഡ് റോയും തേർഡ് റോയും ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോക്കി, ഇപ്പൊ ഇവിടെ 5 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 5 ആയിട്ട് ആദ്യം 5 മെഷർമെന്റ് എടുക്കുക. 1 cm 1 cm 1 cm വെച്ചിട്ട് 1 cm എടുത്തു. ഇത് 1 cm ജസ്റ്റ് മൂളിക്ക് വരയ്ക്കുക കേട്ടോ. മൂളിക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വരച്ചു വെക്കുക. ഇവിടെ 3 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 cm ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബോട്ടം 5 cm ആയതുകൊണ്ട് 5 സ്പേസസ് ഉണ്ടാവും. 1 2 3 4 5 രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? 5 cm-ല് 1 cm വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡ്രോ ചെയ്തു. ഇതേപോലെ ഇവിടെ 3 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര സ്പേസ് വരും ഇവിടെ? 3 അല്ലെ. 1 2 3 ശരിയാണല്ലോ, 3. ഇനി ഇതേപോലെ തന്നെയാണ് ഇവിടെ സാർ എന്ത് ചെയ്തിട്ടുള്ളത്? സാറല്ല ടെസ്റ്റിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ടെസ്റ്റില് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കൗണ്ട് ചെയ്താൽ മതി അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് ഒത്തിരി പണിയാണല്ലേ. കൗണ്ട് ചെയ്ത് എഴുതണം. ഇപ്പൊ അറിയാതെ തെറ്റിപ്പോയാലോ എന്നുള്ള, തെറ്റിപ്പോകുന്നില്ല, എന്നാലും നമുക്കൊരു ഇങ്ങനെ കുറെ സമയം എടുക്കില്ലേ? തെറ്റുന്നത് പോട്ടെ, സമയം എടുക്കില്ലേ? അപ്പൊ ഒരു ഐഡിയ പറഞ്ഞുതരാം. നോക്കി, എത്ര റോ ഉണ്ട് ഇവിടെ നോക്കാം. 1 2 3 റോ ഉണ്ടല്ലോ. 3 റോ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ എന്നെ സമ്മതിച്ചു തന്നു കേട്ടാ. ഓരോ റോയിലും എത്ര സ്ക്വയർ ആണുള്ളത്? 1 2 3 4 5. അപ്പോ 3 rows of 5 squares each ആണോ? ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 3 times 5
മീൻസ് എന്താണ് 3 into 5 3 into 5 15 സ്ക്വയർ ഇൻ ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനി മുതൽ സൈഡുകള് നമുക്ക് സൈഡുകൾ വിഡ്ത്തും ഹൈറ്റും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. വിഡ്ത്തും ഹൈറ്റും വിഡ്ത്ത് എത്രയാണ് 5 ഹൈറ്റ് ഇതിൽ 3 ആയിരുന്നു. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇനി ഇൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് കേട്ടോ. എത്ര റോ ഉണ്ട് ഇവിടെ? 1 2 3 റോ. ഓക്കെ, ആ 3 റോയും ിലും ഓരോ എത്ര സ്ക്വയേഴ്സ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോളാണ്. 1 2 3 4 5. എത്ര കോളം ഉണ്ട്? 5 കോളം. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും? 15 ആണ് കിട്ടുക. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ അതിന്റെ ഏരിയ കിട്ടിയില്ലേ? ഏരിയ എത്ര വരിക? 15 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വെറും cm മാത്രമാണോ എഴുതുക? അല്ല. സെന്റിമീറ്റർ മാത്രമാണോ എഴുതുക? അല്ല, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. cm into cm സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ നമുക്കൊരു പ്രോബ്ലം കൂടി തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് 1 centimeter can we arrange along the bottom sides? ഹൗ മെനി സ്ക്വയേഴ്സ്, എത്ര സ്ക്വയേഴ്സ് അവിടെ ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഓരോ സെന്റിമീറ്റർ വെച്ചിട്ട് എടുക്കാം. 1 cm 1, ഇവിടെ 1 cm എടുത്തു 2, വീണ്ടും 1 cm എടുക്കുക 3, വീണ്ടും 1 cm എടുക്കുക 4, വീണ്ടും 1 cm എടുക്കുക 5, ഇവിടെയും 1 cm എടുക്കുക 6. ഓൾറെഡി ലാസ്റ്റത്തേൽ എടുക്കേണ്ട ആവശ്യം വരില്ല അല്ലെ? എനിക്ക് വരുന്നത് 1 cm ആയിരിക്കും. കാരണം 6 cm അല്ലുള്ളത്. 6 cm ഓരോ cm വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 1 cm വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വൺ എന്തെന്നായിരിക്കും? 1 cm ആയിരിക്കും. ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ 6 സ്പേസ് ആണ് കിട്ടുക കേട്ടോ. 1 2 3 4 5 6 സ്പേസ് കിട്ടും. ഇതേപോലെ വിഡ്ത്ത് കിട്ടി. ഇത് അപ്പൊ വിഡ്ത്തിൽ ഇവിടെ 6 വരും അല്ലെ? 6 അല്ലേ വരിക? ഇതിന്റെ ആൻസർ 6. ഇനി ഹൗ മെനി സച്ച് റോസ് ക്യാൻ ഇൻസൈഡ് ദി റെക്ടാങ്കിൾ. എത്ര റോസ് വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. റെഡി. അപ്പൊ റോസ് വരും നോക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. 2 cm ആണ്. അപ്പൊ ഓരോ cm ആയിട്ട് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 cm എന്ന് പറയുമ്പോൾ 1 + 1 അല്ലെ? അപ്പൊ ഒരു 1 cm എടുക്കുന്നത് 1 cm എടുത്തു, ഇവിടെയും 1 cm എടുത്തു. 1 + 1 2. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കി? 1 2 3 4 5 6 അടിയിലും എന്തിനായിരിക്കും? 6 തന്നെ അല്ലേ? 1 2 3 4 5 6. അപ്പൊ ഓരോ റോയിലും 6 വെച്ചിട്ടാണ്. ഓരോ റോയിലും 6 വെച്ചിട്ടാണ്. ഇപ്പൊ ഇവിടെ 2 ടൈംസ് ആണ് അല്ലെ? 2 റോയാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 റോ എഴുതി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 2 into 6 ആണ്. 2 into 6 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12. അപ്പൊ ഇതിന്റെ ഏരിയ 12 ആണ്. 12 യൂണിറ്റ് എന്താണ്? cm തന്ന കാരണം സ്ക്വയർ cm സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഏരിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ലെങ്ത്തുകളുടെ പ്രൊഡക്റ്റ്, ലെങ്ത്തുകൾ രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അത് തന്നെയാണ് അതിന്റെ ഏരിയ കേട്ടോ. സൈഡ്സ് ആർ ഇൻ ദി സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? cm സെന്റിമീറ്ററിലാണ് തന്നതെന്ന് വിചാരിക്കുക. സെന്റിമീറ്ററിലാണ് തരുന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് എഴുതുന്ന നേരത്ത് സ്ക്വയർ സെന്റിമീറ്റർ എന്നായിരിക്കും. ഇപ്പൊ മീറ്ററിലാണ് തരുന്നുണ്ടെങ്കിൽ എന്താ വരിക? സ്ക്വയർ മീറ്റർ എന്നായിരിക്കും കേട്ടോ. അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തിൽ നോക്കി 6ഉം 3ഉം ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ 6ഉം 3ഉം ഉള്ള ഒരു റെക്ടാങ്കിള് ജസ്റ്റ് വരച്ചു വെച്ചു. ശരി, നമ്മൾ വരച്ചു. ശരി, ഇനി എന്താ നമുക്ക് പറഞ്ഞേക്കണേ? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്നല്ലേ പറഞ്ഞേക്കണേ? വളരെ സിമ്പിൾ ആയിട്ട്. ഇനി എന്ത് ചെയ്യുക? സ്ക്വയർ ഇങ്ങനെ വരച്ച് നമ്മൾ കഷ്ടപ്പെടുവോ? ഇല്ല. എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇത് രണ്ടും കൂടിയിട്ട് പ്രൊഡക്റ്റ് ചെയ്യാട്ടാ. അപ്പൊ 6 into 3 18 യൂണിറ്റ് സ്ക്വയർ യൂണിറ്റ് cm അല്ലേ? cm ആണെങ്കിൽ സ്ക്വയർ cm എന്ന് എഴുതും അല്ലെ? സെന്റിമീറ്റർ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 18 ആണ് കേട്ടോ. 18 കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതേപോലെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഒരു സൈഡ് 12ഉം മറ്റേ സൈഡ് 5ഉം ആണ്. ഇനി ഇതിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് 12 into 5 ചെയ്താൽ മതി. 12 into എന്ത് ചെയ്യും? 5. 12 into 5 എന്താണ്? 60 ആണ് അല്ലെ? 60 ആണ് വരിക കേട്ടാ. 60 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. സ്ക്വയർ cm.
നെക്സ്റ്റ് അപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തെ തേർഡ് വൺ നോക്കുക. തേർഡ് വണ്ണിൽ അവരെന്താ വന്നിരിക്കുന്നത്? 10 ആണ്. 10 എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂലേ. അപ്പൊ 10 × 10 ഏരിയ ഈക്വൽ ടു 10 × 10 100 സ്ക്വയർ cm. ഞാൻ ആ പിക്ചർ വരച്ചിട്ടില്ല, നിങ്ങൾ പിക്ചർ വരച്ച് നോക്കൂ. 10 വരുന്ന രീതിയിൽ പിക്ചർ വരയ്ക്കുക. ജസ്റ്റ് പിക്ചർ വരച്ചിട്ട് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു ഇംപ്രഷൻ വരും. ടീച്ചർമാർക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടി, എൻ്റെ മക്കൾക്ക് ഐഡിയ കിട്ടി എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഇനി 8ഉം 5 തന്നേക്കാം. അപ്പൊ റെക്ടാങ്കിളിൽ 8ഉം 5ഉം തന്നിട്ടുണ്ട്. 8ഉം 5ഉം ആണ് തന്നിട്ടുള്ളത്. 8ഉം 5ഉം ആണ് തന്നിട്ടുള്ളത്. കണ്ടോ, മനസ്സിലാക്കിക്കോട്ടാ. 8ഉം 5ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഏരിയ ഈക്വൽ ടു ഏരിയന് ഞാൻ ഏന്ന് കൊടുത്തു കൂട്ടാ, വേറൊന്നുമില്ലടാ. ഇനി വേണ്ട, ഏരിയ എന്ന് തന്നെ എഴുതാം. ഏരിയ ഈക്വൽ ടു 8 × 5. 8 × 5 എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ cm. അപ്പൊ അതും കഴിഞ്ഞ്. അപ്പൊ 40 ആണ് കിട്ടിയത്. ലാസ്റ്റ് വൺ എന്ന് പറയണത് 11 പുലിയാണ് കേട്ടാ. 11 × 7. ആൻസർ എന്താ? 77 സ്ക്വയർ cm. അപ്പൊ അത് കഴിഞ്ഞു. ശരിയായല്ലോ. അപ്പൊ എല്ലാമായി. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരുന്ന കിട്ടും. നോക്കുക. ഡ്രോ ദ റെക്ടാങ്കിൾസ് ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ആസ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാ? ഡ്രോ ചെയ്യാനാ, റെക്ടാങ്കിൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ റെക്ടാങ്കിൾ ഡ്രോ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെൻസിലും സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. ഇപ്പൊ സാറ് ഇതൊന്നും ചെയ്യുന്നില്ല. സാറ് ഇതെങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ് മാത്രമാണ് സാറ് പറഞ്ഞു തരുന്നുള്ളത് കേട്ടോ. റഫായിട്ട് സാറ് വരയ്ക്കുന്നുമുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചു പോയിക്കോളൂ കേട്ടോ. റെക്ടാങ്കിൾ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ വരയ്ക്കുക. അത് കണ്ടുപിടിക്കണ്ടേ എത്രയാണ് കിട്ടുക എന്നുള്ളത്. അവർ തന്നിരിക്കുന്നത് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ്? 14 cm ആണ് പറഞ്ഞിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. അപ്പൊ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എല്ലാ സൈഡുകളും സം ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ഓൾ സൈഡ്സ് എന്താണ്? പെരിമീറ്റർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പെരിമീറ്റർ 14 ആയിട്ട് തന്നിട്ടുണ്ട്. നല്ല കാര്യം. 12 ആണ് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു വിഡ്ത്ത് W ഉണ്ട്. ഇത് ഹൈറ്റ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻഡു ചെയ്തിട്ട് കിട്ടുന്നതാണ് അല്ലെ ഏരിയ. അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് ഇതിൽ തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ സാറേ ഇത് വരയ്ക്കുക എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലെ. ഇവരിതൊന്നും തന്നിട്ടില്ല, ഇതൊക്കെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് വരച്ചുണ്ടാക്കുക? നിങ്ങളത് അറിയുക. നിങ്ങൾ ആലോചിച്ചാൽ മതി. 1 × 12 കിട്ടാൻ വേണ്ടിയിട്ട് 1 × എത്ര ചെയ്യണം? 12 കിട്ടണേ. 1 × എന്ത് ചെയ്താൽ മതി? 12 ചെയ്താൽ പോരെ. ഇനി 2 കൊടുത്തു. 2 നോക്കി, അടുത്ത നമ്പർ 2 ആണ്. അപ്പൊ 2 ചെയ്യുമ്പോ 2 × എത്ര ചെയ്താലേ 12 കിട്ടുക? കിട്ടി. 12 × പറയുന്നുണ്ട് പലരും. 6 അല്ലെ. 12 × 6. അപ്പൊ 12 × 6 എന്ന് എഴുതി. ഇനി അടുത്തത് എന്താ പറഞ്ഞേ? 12 × 6 എഴുതിയിട്ട് ഇട്ടാ ഞാന്. ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞിട്ടാട്ടോ എഴുതിയത്. ഇനി ഏതാ? 3 പറ്റുമോ? 3 × ഏതെങ്കിലും നമ്പേഴ്സ്? 3 × 4 ചെയ്തൂടെ? 3 × 4. ഇനി ഏതെങ്കിലും വരുമോ ഇതേപോലെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ പിന്നെ ഈ നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് എന്താ പറഞ്ഞത്? 14 ആണ്. അടുത്ത ടാസ്ക് അതാണ് കേട്ടോ. 14 സെന്റിമീറ്റർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 14 സെന്റിമീറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത് ചെയ്തു? ആദ്യം വിചാരിച്ചു ഈ 1 എനിക്കറിയില്ലല്ലോ, 1 വെച്ച് കൊടുത്തു. ആ റെക്ടാങ്കിളിന്റെ ഒരു ലെങ്ത് 1 ആണെന്ന് വിചാരിച്ചു, മറ്റേ ലെങ്ത് 12 ആണെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ 12 1 കിട്ടി. അപ്പൊ 12 1 കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 13 കിട്ടും. വീണ്ടും ഒരു 12 കൂടി ആഡ് ചെയ്തു അല്ലെ. വീണ്ടും ഒരു 12 വരില്ലേ? എത്ര? 12 1 വരും. കാരണം 4 സൈഡ് ഉണ്ടല്ലോ. അപ്പൊ 12 + 1 13 ആണ്. 13 + 12 25. 25. പിന്നീട് 1 കൂടി ആഡ് ചെയ്താലും 26 ആ വരിക. അപ്പൊ അങ്ങനെ വരുന്നത് ഏതാണ്? ഏതിലാ വരുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇതേ സെയിം രീതിയിൽ തന്നെ പറഞ്ഞേക്കണം അല്ലെ. പെരിമീറ്റർ 26 കിട്ടണം എന്ന് അവർ പറഞ്ഞു.
12 സ്ക്വയർ സെന്റിമീറ്റർ തന്നെയാണ് അതിലും പറഞ്ഞേക്കണേ. അപ്പൊ 12 സ്ക്വയർ സെന്റിമീറ്ററിൽ നോക്കിയപ്പോ ഇതിൽ ഇപ്പോൾ 12 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് വന്നതാണ്, അറിയാതെ വന്നതാണ്. അപ്പൊ എന്തായാലും അതിന്റെ ആൻസറും കൂടി നമ്മൾ പറഞ്ഞു പോവാണ്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി ഇതിലിപ്പം പറഞ്ഞു പോകാലോ. അപ്പൊ 1 × 12 ചെയ്തപ്പോൾ 12 കിട്ടി. ആ 12ന്റെ കിട്ടി. അപ്പൊ നമ്മൾ ഒരു സൈഡ് 12ഉം മറ്റേ സൈഡ് 1 ആയിട്ട് കൊടുത്തു. എല്ലാ സൈഡുകളും കൂട്ടുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക, പെരിമീറ്റർ കിട്ടുക. ഇനി അതല്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് 12 + 1 അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 12 + 1 ചെയ്ത് ഇൻറ്റു 2 ചെയ്താലും ആൻസർ കിട്ടും. 26 ആണ് കിട്ടുക. അപ്പൊ 26 പെരിമീറ്റർ ആയിട്ട് വരുന്നത് തേർഡ് ക്വസ്റ്റ്യനിലാണ്. അപ്പൊ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. 12ഉം 1ഉം കിട്ടിയിട്ടാ. 12ഉം 1ഉം കിട്ടി. ശരിയാണല്ലോ. 12ഉം 1ഉം കിട്ടുന്നത് തേർഡ്. അപ്പൊ ആ ചിത്രം എന്താണ് 12ഉം 1ഉം വെച്ചിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇത് മൂന്നാമത്തേക്ക് കൊടുത്തു. ഇനി അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പോൾ ആയിട്ടില്ല. അപ്പൊ ഇനി ചെക്ക് ചെയ്യാം വീണ്ടും. 2ഉം 6ഉം 2 × 6 എന്താണ് 12 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ 2 × 6 അപ്പൊ ഈ 12 ഒക്കെ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, 2 × 2ഉം 6 ഒക്കെ കൊടുക്കണം അല്ലെ. 12 മാറ്റിയിട്ടുണ്ട്. 12 ഇനി ഇപ്പൊ വേണ്ടല്ലോ. അത് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇനി അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അതും 12 തന്നെയാണ്. രണ്ട് ക്വസ്റ്റ്യനിൽ ഏതൊരു ക്വസ്റ്റ്യൻ ഏതോ ഒരു ലെങ്ത്തുകൾ കിട്ടും. നോക്കാം നമുക്ക്. അപ്പൊ ഇതില് 2 കൊടുത്തു, ഇവിടെ 6 കൊടുത്തു. അപ്പൊ രണ്ട് സൈഡുകൾ നമുക്ക് കിട്ടി 2ഉം 6ഉം. പിന്നെ ഇതിന്റെ പെരിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ രണ്ടും കൂടി കൂട്ടി. 2 + 6 × 2. 2 + 6 എന്താ 8. 8 × 2 8 × 2 16 ആണ് കേട്ടോ. ഓക്കെ, 16 കിട്ടി. ശരിയാണല്ലോ. അതും കിട്ടി. അപ്പോ 16 വരുന്നത് ഏതാ, രണ്ടാമത്തെ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഇപ്പൊ ഫസ്റ്റത്തെ ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല, രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ് 2ഉം 6ഉം വരുന്ന രീതിയിൽ ഇവിടുത്തെ 6 ആയിട്ടോ ഹൈറ്റ് 2 ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ 6 ഇവിടെ 2 അതന്നെ ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞത് വിഡ്ത്ത് 6 ആയിട്ടും ഹൈറ്റ് 2 ആവുന്ന രീതിയിൽ വരച്ചാൽ രണ്ടാമത്തെ ആൻസർ ആവും. ആദ്യത്തെ ആൻസർ പറഞ്ഞു 12 വിഡ്ത്ത് ആയിട്ടും അങ്ങനെ വരച്ചാൽ മതി. അപ്പൊ അതിന്റെ മറ്റേതിന്റെ ആൻസർ എന്തായിരിക്കും, 3ഉം 4ഉം ആയിരിക്കും അല്ലെ. 3ഉം 4ഉം 3ഉം 4 കൊടുക്കുകയാണെങ്കിൽ 3 + 4 3 + 4 7 അല്ലേ. 7 × 2 ചെയ്ത് കഴിഞ്ഞാൽ 14. സാറ് പറഞ്ഞു വന്നത് 12 കിട്ടുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് എഴുതാം. എങ്ങനെ 1 × 2 എഴുതാം, 1 × 12 എഴുതാം. പിന്നെ ഏതാ 12 വരുന്നത് 1 × 12 മാത്രമാണോ, അല്ല 2 × 6 വരാം. ഇനി 3 × 4 വരാം. അപ്പൊ ഇതിലൊക്കെ നോക്കുന്ന നേരത്ത് ഇതിന്റെ പെരിമീറ്ററും സെയിം ആവണല്ലോ. പെരിമീറ്ററും എന്താവണം, സെയിം ആവണം. അപ്പൊ 1 + 12 ചെയ്തിട്ട് ഇൻറ്റു ചെയ്യുന്ന നേരത്ത് നമുക്ക് കിട്ടുന്നത് 26 ആയിരുന്നു. 26 വരുന്നത് തേർഡ് ക്വസ്റ്റ്യനിലാണ്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസറിൽ 1ഉം 12ഉം നമുക്ക് കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, റെക്ടാങ്കിൾ വരച്ചാൽ മതി. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയല്ലോ. ഇനി അടുത്തത് നോക്കുമ്പോൾ 2 + 6 ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്യണം. 2 + 6 8 × 2 16 ആണ്. അപ്പൊ 16 വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിൽ വിഡ്ത്തും ഹൈറ്റും കിട്ടി. 6ഉം 2 ആണ്. അപ്പൊ അത് വെച്ചിട്ട് റെക്ടാങ്കിൾ വരച്ചാൽ മതി. അടുത്തത് നോക്കുമ്പോൾ 3ഉം 4ഉം ആണ്. അപ്പൊ 3ഉം 4ഉം വെച്ചിട്ട് 3ഉം + 4 എന്താ, 3 + 4 7 ആണ്. 3 + 4 7 ആണ്. 7 × 2 ചെയ്യുമ്പോൾ 14 കിട്ടും. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 3ഉം 4ഉം വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് പോസിബിലിറ്റീസ് നോക്കണം ഏതൊക്കെ വരും എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ 5 സെന്റിമീറ്റർ ആണ്. അത് വളരെ 5 സ്ക്വയർ സെയിം ആണ് ഏരിയ അല്ലെ. അപ്പൊ ഏത് നമ്പേഴ്സ് ആയിരിക്കും 5 ഇടണമെങ്കിൽ, രണ്ട് നമ്പേഴ്സ് പറഞ്ഞത് 5 ഇടണം. അപ്പൊ 1 വെച്ചിട്ട് നോക്കാം. 1 നല്ല നമ്മൾ തുടങ്ങാറ്. അപ്പൊ 1 × എന്ത് ചെയ്താൽ മതി, 5. 1 × 5 5 അല്ലേ. അപ്പോ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ചു ആൻസർ കിട്ടി, ഉറപ്പാണല്ലോ. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 1 + 5 2 ലെങ്ത്തും കൂടി കൂട്ടുക ഇൻറ്റു 2 ചെയ്യുക അല്ലെ. അപ്പൊ 6 × 2 12. അതിന്റെ ആൻസറിൽ പെരിമീറ്റർ 12 തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ഒരു സ്ക്വയർ റെക്ടാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, 5ഉം 1 വെച്ചിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ വിത്തിൽ എന്ത് ചെയ്താൽ മതി, 5 വെക്കുക, ഇവിടെ 1 എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ് കേട്ടോ.
5, ഇവിടെയും 5, ഇവിടെ 1. ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 5th ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 5th ക്വസ്റ്റ്യനിൽ 8 ആണ് വരിക. അപ്പൊ 8 വരുന്ന കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. ജസ്റ്റ് നോക്കൂ. 8 വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 into 8 8 ആണ്. തെറ്റാണോ? അല്ല. 2 into 4 8 അല്ലേ? യെസ്. അപ്പൊ ഈ 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. കുറെ പോസിബിലിറ്റീസ് പറയുമ്പോൾ കുട്ടികൾ കുറെ പ്രതീക്ഷിച്ചു അല്ലെ. 2 കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? പോയിന്റ് വരുന്നതൊന്നും എടുക്കരുത്. പോയിന്റ് നമുക്ക് തൽക്കാലം വേണ്ട. ജസ്റ്റ് പോയിന്റ് ഇല്ലാത്തത് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 12 കിട്ടണം. പെരിമീറ്റർ 12 ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ പോസിബിലിറ്റി എന്താണ്? 1 + 8 ആണ്. 1 + 8 into 2 9 into 2 18 ആണ്. അപ്പൊ അതല്ല. നെക്സ്റ്റ്. അപ്പൊ ഇതെല്ലാം അത് നോക്കുമ്പോ 2 + 4 into 2 + 4 6 അല്ലേ? 6. അപ്പൊ 6 into 2 12. അപ്പൊ അതും 12 തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസറിലേക്ക് വരുമ്പോ 2ഉം 4 ആണ് കിട്ടിയത്. അപ്പൊ 2ഉം 4ഉം. അപ്പൊ ആദ്യം വിഡ്ത്ത് വരയ്ക്കുമ്പോ 4, ഹൈറ്റ് വരുമ്പോ 2ഉം. അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് 9 ആ പറഞ്ഞേക്കുന്നത്. 9 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ 9 വരുന്നത് 1 into 9 എന്താണ്? 9 ആണ്. 2 into ചെയ്യാൻ പറ്റില്ല. 3 into 3 എന്താണ്? 9 ആണ്. പക്ഷെ എന്ത് വരണം? നമ്മള് പെരിമീറ്റർ എടുക്കുന്ന സമയത്ത് 12 വരണം. അപ്പൊ നോക്കുമ്പോ 1 + 9 പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് 2 ലെങ്ത്തും കൂടി കൂട്ടുക into 2 ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ 10 അപ്പൊ 20 കിട്ടും അല്ലെ. ആദ്യത്തിൽ 20 കിട്ടുക. അപ്പൊ നമുക്ക് അത് പറ്റില്ല. 1ഉം 9ഉം അല്ല വരുന്നേ. അപ്പൊ 3 + 3 ചെയ്ത് നോക്കാം. 3 + 3 6 ആണ്. 6 into എന്ത് ചെയ്യണം? 2 ചെയ്യണം അല്ലെ. ആൻസർ 12. അപ്പൊ അതും ഓക്കെ. അപ്പൊ അടുത്തതിൽ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? യെസ്, ഒന്ന് 3ഉം 3ഉം വെച്ചിട്ട് റെക്ടാങ്കിള് വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടാ. അടുത്ത ഒരു ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക് ആണ്. എല്ലാവരും ഹാപ്പി ആയാലോ? ലാസ്റ്റ് ടോപ്പിക്ക് എത്തി. ഇപ്പൊ നമ്മള് പറഞ്ഞ് ലാസ്റ്റ് ടോപ്പിക്ക് എത്തി. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. സം അതർ സ്പേസസ് ആണ്, ഷേപ്പുകളാണ് കേട്ടോ. സ്പേസസ് അല്ല, ഷേപ്പുകളാണ്. അപ്പോ ഈർക്കിളി വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്? ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എത്ര ഈർക്കിളി യൂസ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 5 6. അപ്പൊ 6 ആണ് കിട്ടിയത്. അപ്പൊ 6. അടുത്തത് ലെങ്ത് ഓഫ് ദി ഈച്ച് ഈസ് എ ഗീവൻ. നമുക്ക് തന്നിട്ടുണ്ട്, ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്താണ് നമ്മുടെ ചോദ്യം? യെസ്, ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടണം. അപ്പൊ ടോട്ടൽ ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ അല്ലേ ചെയ്താൽ മതി അല്ലെ. എല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കുമ്പോ എന്തൊക്കെ തന്നിട്ടുണ്ട്? 4 ഉണ്ട്, 5 ഉണ്ട്. ഇതാണ്ടോ നോക്കട്ടാ. അതിലുള്ളത് 4 ആണ്. പിന്നെ 5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു? യെസ്, ബൗണ്ടറീസിന്റെ ലെങ്ത് മെഷർമെന്റ് കിട്ടും അല്ലെ. മെഷറിംഗ് ബൗണ്ടറീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പഠിച്ചു. അത് റെക്ടാങ്കിൾ ആയിരുന്നു. ഇതിപ്പോ റെക്ടാങ്കിൾ അല്ല, പക്ഷെ ഇതിലും എന്തെങ്കിലും ചെയ്താൽ മതി. ഇതേപോലെ തന്നെ കേട്ടോ, എല്ലാം കൂടിയിട്ട് കൂട്ടിയാൽ മതി. മൊത്തം കൂടി കൂട്ടുക. അപ്പൊ ഇതിലും അതേപോലെ ചെയ്തു. അപ്പൊ 18 ആണ് എന്ന് കിട്ടി അല്ലെ. 18. അപ്പൊ 18 സെന്റിമീറ്റർ ഉള്ള ഒരു ഈർക്കിളി കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതില് 6 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ടാ. ഇതാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇതിന്റെ പെരിമീറ്റർ കിട്ടാൻ, ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ട് പെരിമീറ്റർ കിട്ടാനും എന്ത് ചെയ്താൽ മതി? ഒക്കെ കൂടിയിട്ട് പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാ സൈഡുകളും കൂട്ടിയിട്ട്, എല്ലാ ബൗണ്ടറീസിലുള്ള എല്ലാ സൈഡുകളും കൂട്ടിയിട്ട് പ്ലസ് ചെയ്താൽ മതി. ഇത് തന്നെയാണ് എന്ത് ചെയ്ത് റെക്ടാങ്കിളിലും വരുന്നത്. ഇത് എങ്ങനെയാ കിട്ടി, ഒരു പിക്ചറിലേക്ക് എങ്ങനെയാ വന്നത് എന്നുള്ളതാണ് അടുത്തത്. 4 cmലും 5 cmലും നമുക്കൊരു റെക്ടാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? ബോട്ടം അതുപോലെ ടോപ്പ് 4 ആണ്. റൈറ്റും ലെഫ്റ്റിലും ഉള്ളത് 5 5. ഓക്കെ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റെക്ടാങ്കിളില് എന്ത് ചെയ്തു? 2 സെന്റിമീറ്റർ കട്ട് ചെയ്തു. 2 സെന്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ടോപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ റൈറ്റിൽ നിന്ന് 3 സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അവരെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചു വെച്ചിട്ട് പ്ലേസ് ചെയ്തു. ജസ്റ്റ് ഇതല്ലേ, ഇങ്ങനെയല്ലേ
ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് അതെന്ത് ചെയ്തു ഇങ്ങനെ വെച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഷേപ്പാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു റെക്ടാംഗിൾ ആയിരുന്നു. റെക്ടാംഗിൾ കട്ട് ചെയ്തതാണ്, ആ ഈർക്കിലി പോലും മാറ്റിയിട്ടില്ല, അതേ ലെങ്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോ ഈ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് ഏതൊക്കെയായിരുന്നു ജസ്റ്റ് നോക്കടാ, 5ഉം 4ഉം അല്ലെ. അപ്പൊ ഇത് ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? പെരിമീറ്റർ എന്താ വരിക? 5 + 2 5 + 4 × 2 വെച്ച് കഴിഞ്ഞാൽ 9 × 2 ആൻസർ 18 വരും അല്ലെ. 18 യൂണിറ്റ് എന്തായിരുന്നു? cm. അപ്പൊ 18 cm വരും. ഈ പക്ഷെ നമ്മൾ മാറ്റി വെക്കുന്ന സമയത്തും അതിന്റെ ലെങ്ത്തിൽ വല്ല മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ എന്താണ്, നമുക്ക് ഈ ഒരാളുടെ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് കിട്ടും? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും തന്നെ ആയിരിക്കും 4 തന്നെ വരും. ഇവിടെ 5 അല്ലേ പറയുന്നതായിട്ട്, അപ്പൊ ഇവിടെയും തന്നെ ആയിരിക്കും 5 തന്നെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്തിലേക്ക് പോകും? ഒരു റെക്ടാംഗിളിലേക്ക് പോകും. അപ്പൊ ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ തന്നെ ആയിരിക്കും ഇതിന്റെയും എന്തായിരിക്കും പെരിമീറ്റർ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് നോക്കിക്കേ, ഇത് റെക്ടാംഗിൾ ആൻഡ് ദ ഫിഗർ ഹാവ് ദി സെയിം പെരിമീറ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ഒരു രീതിയിലും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പല രീതികളുണ്ട് അല്ലെ, മാത്സിൽ തന്നെ പല രീതികളുണ്ടല്ലോ. അപ്പൊ ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ അല്ലേ ഇരുന്നേ. ഇതിലിപ്പോ ഈ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യാം അല്ലെ. ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് മുട്ടും. അപ്പൊ അങ്ങനെ ഒന്ന് മുട്ടുന്ന സമയത്ത് ഇവിടെ ഒരു റെക്ടാംഗിളും ഉണ്ടാവും, ഇവിടെ ഒരു റെക്ടാംഗിളും കിട്ടും. ശരിയാണല്ലോ. അങ്ങനെ 2 റെക്ടാംഗിൾ കിട്ടും. ശരിയാണല്ലോ. ഈ 2 റെക്ടാംഗിളിന്റെയും ഏരിയ സെപ്പറേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയാണല്ലോ. 2 റെക്ടാംഗിളിനെയും ഏരിയ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതവര് ഈ റെക്ടാംഗിളിൽ നോക്കുമ്പോൾ ഒരു റെക്ടാംഗിളിൽ 4ഉം 2 ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 × 2 ആണ്. നെക്സ്റ്റ് അടുത്തതിൽ നോക്കുമ്പോൾ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പൊ അതിന്റെ 2 × 3 ഏരിയ കാണാൻ എന്ത് ചെയ്യാൻ മതി? ആ ലെങ്ത്തുകൾ ഇൻറ്റു ചെയ്യാൻ, അതിന് പ്രൊഡക്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേല് 8, രണ്ടാമത്തേല് 6. ആൻസർ രണ്ടും കൂടി കൂട്ടുമ്പോൾ 14 ആണ് കിട്ടുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കാം. കണ്ടോ, ഇപ്പൊ നോക്ക്, ഈ ഒരു ഷേപ്പ് ആണ് വന്നിട്ടുള്ളത്. ഈ ഷേപ്പിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ഇതുപോലെ ആക്കാം. ശരി, അപ്പൊ അത് ആക്കിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇതല്ലേ നമുക്ക് കിട്ടുന്ന പിക്ചർ. അപ്പൊ ഈ കട്ട് ചെയ്ത ഭാഗം എന്ത് ചെയ്താൽ മതി? നമുക്ക് ആവശ്യമില്ലാത്തതല്ലേ, ആവശ്യമില്ലാത്തത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇപ്പൊ ഒരു 5 മിഠായി ഉണ്ട്, അതിൽ 2 മിഠായി ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ആവശ്യമുണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക? 5 മിഠായി ഉണ്ട്, ഞാൻ ഒന്നുകൂടെ പറയാം. 5 മിഠായി ഉണ്ട്, 2 നമുക്ക് ആവശ്യമില്ല. എത്ര മിഠായി നമുക്ക് ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ 2 മൈനസ് ചെയ്താൽ പോരെ, 5ൽ നിന്ന് 3. അപ്പൊ അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഇത് ഏത് ഭാഗമാണ്? ആവശ്യമുള്ള റെക്ടാംഗിൾ ഇതായിരുന്നു, അതിൽ നിന്ന് ആവശ്യമില്ലാത്തത് എന്ത് ചെയ്താൽ മതി? ഒന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള, അപ്പൊ ആവശ്യമുള്ളതിന്റെ ആദ്യം ലെങ്ത് കാണണം, എന്നിട്ട് ആവശ്യമില്ലാത്തതിന്റെ ലെങ്ത് കാണാം, ഏരിയ കാണാം. ആദ്യം ആവശ്യമില്ലാത്തതിന്റെ ഏരിയ കാണാം, എന്നിട്ട് ആവശ്യമുള്ളതിന്റെ ഏരിയ കാണാം. അത് രണ്ടും കൂടിയിട്ട് ഒന്നുകൂടി പറയാട്ടാ. വെയിറ്റ്. ആദ്യം നമുക്ക് ഈ ഒരു ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ആവശ്യമുള്ളത് ഇതാണ് അല്ലെ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം മൊത്തം ഏരിയയിൽ നിന്ന് ആവശ്യമില്ലാത്തത് മൈനസ് ചെയ്ത് കളയുക. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, സാർ ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 ഉണ്ട് 5 ഉണ്ട്. ഓക്കെ, മൊത്തം ഏരിയ അത്രയാണ്. അപ്പൊ 4 × 5 ശരിയാണല്ലോ. ഏരിയ കിട്ടാനുള്ള കാര്യമായിട്ട് പറയണേ. നെക്സ്റ്റ് അപ്പൊ ആവശ്യമില്ലാത്തതെന്ന് പറയുന്നത് ഇതല്ലേ. ഈ ഭാഗം എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ഇതിന്റെ ഒന്ന് 2ഉം ഒന്ന് 3ഉം ആണ്. 2 × 3 6. അപ്പോൾ 20ൽ നിന്ന് 6 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്തിട്ട് കളഞ്ഞാൽ മതി കേട്ടോ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിക്ചർ അതിൽ തന്നിട്ടുണ്ട്, നമ്മളോടൊന്ന് ചെയ്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ചെയ്ത് നോക്കാം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളോട് പറഞ്ഞേക്കുന്നത് പെരിമീറ്റർ കാണാനാണ്. പെരിമീറ്റർ കാണാൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. ഒന്ന് ജസ്റ്റ് ഇതിനൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഫിഗറിന്റെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി സാറ് പറയുകയാണ്, മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആട്ടോ. ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും 4, ഇവിടെ 6 കിട്ടും അല്ലെ. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു റെക്ടാങ്കിളിലേക്ക് വരും. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ത് തന്നെയാണോ അത് തന്നെയാണ് ഇതിന്റെ ഏരിയ അല്ലെ. അപ്പൊ 6 + 4 ചെയ്യുക, × 2 ചെയ്യുക അല്ലെ. ഏരിയ കാണാൻ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇങ്ങനെയല്ലേ, 2 ലെങ്ത്തും കൂടി കൂട്ടുക, × 2 ചെയ്യാം. അപ്പൊ 10 × 2 ആൻസർ എന്താ? 20. ഇങ്ങനെ ചെയ്യാം. ഇനി ഇതല്ല, വേറെ ഒരു വഴിയുണ്ട്, സാറ് പറഞ്ഞുതരാട്ടാ. വേറെ വഴി ജസ്റ്റ് നോക്കൂ. വേറെ ട്രിക്ക്, ഇതിങ്ങനെ വരയ്ക്കാം. ജസ്റ്റ് കട്ട് ചെയ്യുക. അപ്പൊ കുറെ റെക്ടാങ്കിൾസ് കിട്ടും അല്ലെ. ഇതുപോലെ റെക്ടാങ്കിൾസ് കിട്ടും. ജസ്റ്റ് ഇത് വേണമെന്നില്ല, ഇങ്ങനെ വരച്ചു. ഇതുവരെ ഓക്കെ ആണോ? യെസ്. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഇവിടെ നമുക്ക് 1 cm തന്നെയാണ് വരിക. 1 cm ആണ് വരിക. അത് നമുക്ക് വേണ്ട. നമുക്ക് അറിയേണ്ടത് ഏതാണ്, നമുക്ക് അറിയാത്തത് ഏതാണ് അത് നോക്കുക. അറിയേണ്ടത് ഏതാണ്, നമുക്കിതില് കിട്ടാത്തതാണ് അറിയേണ്ടത്. അപ്പൊ ഇതിൽ നോക്കൂ. ഇയാളെ എനിക്കറിയില്ല, ഇയാളെയും എനിക്കറിയില്ല. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ഇയാളെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അടിക്ക് വരയ്ക്കാം, ഇയാളെയും വരയ്ക്കാം. അപ്പൊ ഇവിടെ എന്താ വരിക? 1 cm. ഇവിടെയും 1 cm ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇത് മുതൽ ഇതുവരെ ഈ ഒരു ലെങ്ത് എത്രയാണ്? 2 ആണ്. 1 + 1 2 ആണ്. ഇനി ഇതേപോലെ ഈ ഒരു ലെങ്ത് എനിക്ക് അറിയില്ല. ഈ ലെങ്ത് എത്രയാ അറിയാൻ വേണ്ടിയിട്ട് 6 ആണ് മൊത്തം അല്ലെ. മൊത്തം ലെങ്ത് എത്രയാ? 6 പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയൊരു ഭാഗം മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 4. ഇതേ സെയിം നോക്കൂ, ഞാൻ കളറൊന്ന് മാറ്റുന്നുണ്ട്. ഇതേ സെയിം തന്നെയാണ് എവിടെയും വരിക, ടോപ്പിലും വരിക അല്ലെ. ശരിയാണല്ലോ. അപ്പൊ ഇത് 4 ആണെങ്കിൽ ടോപ്പിലും എന്തെന്നെ ആയിരിക്കും? 4. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരാളാണ് കിട്ടാനുണ്ട്, ഈ ഒരു ഭാഗം അല്ലെ. ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് ഇവിടെ അല്ലേ. ഇനി ഇത് 4 ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് അത് കിട്ടാനുള്ളതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാം. അത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? അത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ? ഇതേപോലെ തന്നെ ചെയ്യാട്ടാ. ഇവിടെ നോക്ക്. ഇത് മുതൽ ഇതുവരെ ഉള്ളത് എത്രയാണ്? 3 ആണ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ 3 കിട്ടിയത്? യെസ്. ഇത് മുതൽ ഇതിൽ 1, ഇത് മുതൽ ഇതുവരെ 2. അപ്പൊ ഇവിടെ 3. അപ്പൊ മൊത്തം എത്രയാണെന്ന് അറിയാം? 4. അപ്പൊ 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ ആൻസർ 1. അങ്ങനെ എല്ലാ ഭാഗവും കിട്ടി. അപ്പൊ കിട്ടിയത് ഞാൻ സാറ് എഴുതുകയാണ് കേട്ടാ. കിട്ടിയത് എന്ത് ചെയ്യുന്നു? സാറ് എഴുതുകയാണ്. അങ്ങനെ എല്ലാതും കണ്ടുപിടിച്ചിട്ടുണ്ട് സാറ്. ഇത് 1 കിട്ടി, ഇവിടെ 4 കിട്ടി. ഇനി പെരിമീറ്റർ കിട്ടാൻ എന്ത് ചെയ്യണം? 4 + 6 + 1 + 1 പ്ലസ് എല്ലാ ബൗണ്ടറീസും കൂട്ടണം. 2 + 1 + 1 + 4. അപ്പൊ 4 + 6 + 1 + 1 + 2 + 1 + 1 + 4 ആൻസർ 20. ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ഏതാണോ സാറിന് നിങ്ങൾക്ക് കിട്ടായത് അത് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ, പഴയ റെക്ടാങ്കിളിലേക്ക് തന്നെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഏരിയ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഇത് മൊത്തം ഞാൻ എന്ത് ചെയ്തു? എടുത്തു. അപ്പൊ ഇത് 4 തന്നെ ഇവിടെയും എന്താണ്? ഇത് 4 ആണ്, ഇതും 6 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഇതല്ല റെക്ടാങ്കിൾ പോകാനേക്കണേ, 6ഉം 4ഉം വന്നിട്ട്. അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യെസ്, ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് 6 × 4 അല്ലെ. 2 ലെങ്ത് കൂടിയിട്ട് ഇൻഡു ചെയ്താൽ മതി. 6 × 4 എത്രയാ? 24. അപ്പൊ അത് എന്റെ കയ്യിലുണ്ട്. എല്ലാ മൊത്തം കംപ്ലീറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? 24. അപ്പൊ ടോട്ടൽ ഏരിയ വേണ്ട, ടോട്ടൽ ഏരിയ ശരിയാവില്ല, ടോട്ടൽ ഏരിയ വരില്ലല്ലോ. കംപ്ലീറ്റ്, അപ്പൊ ഏരിയ ഓഫ് കംപ്ലീറ്റ് റെക്ടാങ്കിൾ അല്ലെ. ഏരിയ ഓഫ് കംപ്ലീറ്റ് റെക്ടാങ്കിൾ
complete rectangle equal to 24. അപ്പോൾ 24 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, വേണ്ടാത്തത് രണ്ടെണ്ണം ഉണ്ട്. ഇതൊരെണ്ണം, രണ്ടാമത്തെ, അങ്ങനെ രണ്ടെണ്ണം എന്ത് ചെയ്തു, ചൂസ് ചെയ്തു. ആ രണ്ടെണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, അത് ചൂസ് ചെയ്തതിനു ശേഷം ആ രണ്ടെണ്ണത്തിന്റെ ഏരിയ എന്ത് ചെയ്തു, കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യത്തെ റെക്ടാങ്കിൾ ഇതാണ് അല്ലെ, ഇത് വണ്ണാണ്. കറക്റ്റ് ഇത് വണ്ണായതുകൊണ്ട് ഞാൻ പിക്ചർ വേണമെങ്കിൽ കളറൊന്ന് മാറ്റിത്തരാം. ഇവിടെ വണ്ണായതുകൊണ്ട് ഇവിടെയും തന്നെ ആയിരിക്കും, വണ്ണ് തന്നെ ആയിരിക്കും. അപ്പൊ ഈ റെക്ടാങ്കിളിൽ ഇവിടെ ഓൾറെഡി വണ്ണ് പറഞ്ഞിട്ടുണ്ട്, ഇതും വണ്ണാണ്. അപ്പൊ 1 + 1 2. ഇവിടെ 2 വണ്ണാണ്, അപ്പൊ 1. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടിയ ഏരിയ 2 × 1, 2 × 1 2. ഇനി എന്താണ് അടുത്തത്, സെക്കൻഡ് പാർട്ടിൽ നോക്കുമ്പോ ഇത് 2 ആണ് കേട്ടോ, ഇത് 1 ആണ്. അപ്പൊ വീണ്ടും 2 × 2, 2 × 2 തന്നെ വന്നു അല്ലെ, 2 × 2 അല്ലെ, ശരിയല്ലേ? നോക്കൂട്ടാ, ചെക്ക് ചെയ്യണേ. യെസ്, ശരിയാ. ഈ റെക്ടാങ്കിൾ ഇപ്പൊ ഇയാളുടെ നോക്കുമ്പോ ഇത് 2 ആണ്, ഇത് 1 ആണ്. അതിൽ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, കാണാനുണ്ട് അല്ലെ, 2 കാണാനല്ലേ. കണ്ടോ, 2 ഇത് 1 ആ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു റെക്ടാങ്കിളിന്റെ 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് 2 × 1 2. അപ്പൊ ടോട്ടൽ ഏരിയ 24 ആണ്. ആ 24 നിന്ന് ഈ രണ്ട് 2കളും എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാ, 24 അല്ലേ. അപ്പൊ ഈ 24 നിന്ന് വേറെ കളർ നോക്കാം. വേറെ കളറിൽ എഴുതുമ്പോൾ കുറച്ച് ഏരിയ കിട്ടും അല്ലെ, വേറെ കളറിൽ എഴുതുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പൊ 24 നിന്ന് എത്ര മൈനസ് ചെയ്യുക, യെസ്, നമുക്ക് കിട്ടിയിട്ടുള്ള 2ഉം പ്ലസ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്യുക. 24 - 4, ആൻസർ 20. യൂണിറ്റ് എന്താ, സ്ക്വയർ. യെസ്, സ്ക്വയർ എന്ത് വരും, യെസ്. അപ്പോ 20 സാറ് പറഞ്ഞത് 24 നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള 2ഉം പ്ലസ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്യാൻ. 24 - 4, ആൻസർ 20. 20 സ്ക്വയർ CM. CMൽ വന്നതാണ് CM. ഇങ്ങനെയാട്ടോ ചെയ്യാ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കുറച്ചും കൂടി ആലോചിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കൂ, ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റും, ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ആ രീതിയിലും ചെയ്യാനായിട്ട് പറ്റും. നോക്കുക കേട്ടോ. അപ്പൊ അത് നമുക്കറിയാത്ത രണ്ട് സൈഡുകളുണ്ട് അല്ലെ, രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നിതുമാണ്, പിന്നെ ഇതും അറിയില്ല. ഇത് 4 ആണെന്ന് പറയാം. ഓക്കെ, സമ്മതിച്ചു, 4 തന്നെയാണ് എന്നുള്ളത് നമുക്ക് കിട്ടി. പിന്നെന്താ വരിക, ഇത് 2 ആയിരിക്കും, കാരണം ഇത് ഓൾറെഡി ഇത് 1 അല്ലേ. ഇത് മുതൽ ഇതുവരെ 1 ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് ഈക്വൽ ആയിട്ടാണ് തോന്നുന്നത് അല്ലെ. മൊത്തം നോക്കുമ്പോ ഇത് 5 ആണ്, ഇത് മൊത്തം 5 ആണ് അല്ലെ, മൊത്തം 5 അല്ലേ. നോക്കൂ, മൊത്തം എന്താണ് 5 ആണ്, കണ്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 2 ആയിരിക്കും, ഇതും 2 ആയിരിക്കും. കിട്ടിയോ? അപ്പൊ 1 എത്ര പ്രാവശ്യം 1 ഉണ്ട്, 2 ഉണ്ട്. ശരി, നമുക്ക് വേണ്ടത് മാത്രം വേഗം എഴുതാം. ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 4 ആണ്. ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 4 പ്ലസ്, അപ്പൊ ഇവിടെ തുടങ്ങാം. 4 + 5 + 4 + 2 + 1 + 1 + 1 + 2. ആൻസർ എന്താ വരിക, 20 കേട്ടോ. ഇതൊക്കെ കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് ആൻസർ 20 ആണ് വരിക. ഓക്കെ ആണോ? ഈ മനസ്സിലായില്ലേ? 4 + 5 + 4 + 2 + 1 + 1 + 1 + 2 ചെയ്യുന്ന സമയത്ത് 20 ആണ് കിട്ടുകയാണ്. ഒക്കെ കൂടി പ്ലസ് ചെയ്യാൻ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതെങ്ങനെ പെരിമീറ്റർ കിട്ടും, എന്താ കിട്ടുക, പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ നമുക്ക് കിട്ടി, പെരിമീറ്റർ = 20 കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഏരിയ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഏരിയ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിരുന്നു. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആദ്യം ടോട്ടൽ ഏരിയ കാണുക. അതിന് മുമ്പ് വേണ്ടാത്ത ഏരിയ ആദ്യം കണ്ടുപിടിക്കാമല്ലോ. ഈ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് വേണ്ടാത്തത്. അപ്പൊ അതിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് 1 × 1 ചെയ്താൽ മതി. 1 × 1 1.
ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ ഏരിയ അല്ല, സോറി, നമ്മുടെ ലാർജസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് കംപ്ലീറ്റ് റെക്ടാങ്കിൾ. നമ്മൾ ടോട്ടൽ ഏരിയ എന്ന് അറിയാതെ പോകുന്നുണ്ട്, അതിൽ നിന്ന് വരുന്നതാണ്. തെറ്റാണ്. ടോട്ടൽ ഏരിയ നമ്മൾ പറയില്ലല്ലോ. ലാർജസ്റ്റ് ഏരിയ നമുക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഏരിയ ആണ്. ലാർജസ്റ്റ് ഏരിയയുടെ റെക്ടാങ്കിൾ കാണാൻ വേണ്ടിയിട്ട് ഇയാളും ആണല്ലോ, അത് രണ്ടും കൂടി ഇൻഡിവിജ് ചെയ്താൽ മതി. അപ്പോൾ 5 × 4 20. എന്നിട്ട് എന്താ ചെയ്യുക? നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടണം അല്ലെ. ടോട്ടൽ ഏരിയ ഈക്വൽ ടു 20 മൈനസ് 1. 20 മൈനസ് ഈ 1 ചെയ്താൽ മതി. 21 മൈനസ് 1 ചെയ്യുമ്പോൾ 19 ആണ് കിട്ടാ. 19 സ്ക്വയർ cm കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. സാറിന് മനസ്സിലായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതെന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഒരു ടി പോലെ അല്ലെ. ടി ആണ് നമ്മൾ ടി ഒക്കെ ഭംഗിയിൽ ചെയ്തില്ലേ, അതേപോലെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലേക്ക് എത്തും അല്ലെ. ശരിയായല്ലോ. കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് മുതൽ ഇതുവരെയുള്ളത് 1 ആണ് കേട്ടോ അല്ലെ. ടോപ്പ് ടു ഇതുവരെയുള്ളത് 1 ആണ് നമുക്കറിയാം. ഇനി ഇത് മുതൽ ഇതുവരെയുള്ളത് നമുക്കറിയില്ല, പക്ഷെ ടോട്ടൽ നമുക്ക് അറിയാം 5 ആണെന്ന്. ഇത് മുതൽ ഇതുവരെ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1 എങ്ങനെ 5ലേക്ക് എത്തുക? ഒരു 4 കൂടി ആഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും. ശരി. ഇനി ഇയാളെ കിട്ടിയിട്ടില്ല. ഇയാളെ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് 1 സെന്റിമീറ്റർ ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് കൊടുക്കുക. 2 ഇവിടെ 1. അപ്പൊ എല്ലാവരും ആയി അല്ലേ. ശരി. ഇത് മുതൽ ഇത് വരെ ഉള്ളത് 4 ആണ്. 4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും നമുക്ക് നോക്കാം. അതാണ് എന്ത്? പെരിമീറ്റർ. ഓക്കെ, ആഡ് ചെയ്യാം. 5 പ്ലസ് ആദ്യം 5 എടുത്തു, ഈ 1 എടുക്കുക. ഇനി അടുത്തത് 1 പ്ലസ് 4 പ്ലസ് ഒരു 2 കൂടി ഉണ്ട് അല്ലേ. അത് കൂടി എടുത്താൽ മതി. 2 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ 5 പ്ലസ് 1 6, 6 പ്ലസ് 4 10, 10 12 13, 13 17, 17 19, 90 20. ആൻസർ എന്താ വരിക? അതും ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനില് അവർ പറഞ്ഞിട്ടുള്ളത് സാറിനോട് എന്താണ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏരിയ കാണാനാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിൽ തന്നെ ഏരിയ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏരിയ കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതില് എത്ര റെക്ടാങ്കിൾസ് വരുന്നുണ്ട് നോക്കാം അല്ലെ. നമ്മൾ അങ്ങനെയാണല്ലോ നോക്കാം. എവിടെ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്? 5 ഉണ്ട്, 1 ഉണ്ട്, കാണാനുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു റെക്ടാങ്കിൾ ആണ്. പിന്നെ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഇതാ വേറെ. ഇവിടെ 1 ഇവിടെ ഒരു 1 ഇവിടെ 1 ആണ്. പിന്നെ ഇവിടെ എത്രയാണ്? 4 ആണ് കേട്ടോ. കാരണം ഇത് മൊത്തമാണ് എന്ത് 5 വന്നിങ്ങനെ. അപ്പൊ 4 ശരിയാണല്ലോ. ശരി. അപ്പോ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് കിട്ടി. അപ്പൊ 1 ഉം 4. അപ്പൊ ഇതിന്റെ ഏരിയ സെപ്പറേറ്റ് കാണാം, ഇതിന്റെ ഏരിയ സെപ്പറേറ്റ് കാണാം. അപ്പൊ 5 × 1 5, അതുപോലെ 4 × 1 4. ഇത് രണ്ടും കൂടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. അപ്പൊ ആൻസർ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇനി പ്ലസ് ചെയ്താൽ മതി. രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4 9 അല്ലേ. ഒന്നുകൂടി പറയാം. ആദ്യത്തെ ഏരിയ, ഫസ്റ്റത്തെ ഏരിയ 5 കിട്ടി, രണ്ടാമത്തെ ഏരിയ 4. അപ്പൊ ടോട്ടൽ ഏരിയ ഈക്വൽ ടു 5 പ്ലസ് 4. ആൻസർ 9. ഓക്കെ. അടുത്തതൊരു വേറൊരു പിക്ചറാണ്. ഇതിന്റെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ. പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ടാസ്ക്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ 1 സെന്റിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട് ഇതില്. പിന്നെ അതുപോലെ തന്നിട്ടുള്ളത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്തിനായിരിക്കും 1 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും എന്തിനായിരിക്കും 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെ നമ്മൾ
എടുക്കുകയാണ് കേട്ടോ ചെയ്തേ. ഇത് മൊത്തം എത്രയാണ് ഇതില്? ഓക്കെ ഉണ്ടോ, 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തേക്കാണ്. മൊത്തം എത്രയാണ് പറയാം, 5 ആണ്. അപ്പൊ അങ്ങനെ ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. അങ്ങനെ ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഷേപ്പിലേക്ക് അവരങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും തന്നെ ആയിരിക്കും 1 ആയിരിക്കും. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 1 ആയിരിക്കും കേട്ടോ. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇതും 1 തന്നെയാണ്. ഇത് 1 ആണെങ്കിൽ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണെങ്കിൽ ഇവിടെയും 1 ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത് കേട്ടോ. ശരിയായോ? കിട്ടി. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് ഈ 1 കേട്ടോ. റൗണ്ട് ചെയ്ത 1 ആണ് ഉദ്ദേശിച്ചത്. യെസ് യെസ്. ഇനി അടുത്തത് 3. ചെയ്യുന്നുണ്ട്. ഇത് 5 എടുത്തു, ഈ 5 എടുത്തു, 1 എടുത്തു, 4 എടുത്തു, ഒരു 1 എടുത്തു. തെറ്റാതെ ചെയ്യാട്ടോ. ഇവിടെ എന്താണ് 3 അല്ലേ, അപ്പൊ ഇത് 3 വേണം. അപ്പൊ 3 എടുക്കാം. അവിടെ 3 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ 1 ഉണ്ട്, പ്ലസ് 1 പ്ലസ് അടുത്തത് പ്ലസ് 1 ഇട്ടു. പിന്നെ ഇവിടെ 3 ഉണ്ട്, അപ്പൊ 3 പ്ലസ് ഈ ഒരു 1 പ്ലസ് ഇവിടെ ഒരു 1 കൂടി ഉണ്ട് 1. പക്ഷെ ഇവിടെ ഒരു 4 ഉണ്ടായിരുന്നു, ആ 4 മറക്കണ്ട, 4 കൂടി ഇടുക. പ്ലസ് 4 പ്ലസ് 5. ശരി. അപ്പോൾ അതൊന്നും കൂടി പറയുന്നുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്തുന്നവര് ശ്രദ്ധിച്ച് എഴുതാട്ടോ. 5 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 5. ആൻസർ 35 ആണ് കേട്ടോ. 35 സെന്റിമീറ്റർ ആണ് ആൻസർ കിട്ടുക. ഇനി നമുക്ക് ഇതിന്റെ ഏരിയകൾ കാണാനായിട്ട് അവർ ടാസ്ക് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ടാസ്ക് ആയിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് വേഗം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം നമുക്കതിനെ കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ചെയ്യാം. അപ്പൊ ആദ്യം ഈ ഒരു പിക്ചറിനെ ജസ്റ്റ് ഞാൻ പറയുന്ന രീതിയിൽ എണ്ണമില്ല, നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഈ രീതിയിൽ നമ്മൾ മാറ്റി. അങ്ങനെ 1 2 3 4 റെക്ടാങ്കിൾസ് നമുക്ക് കിട്ടി. ഈ 4 റെക്ടാങ്കിൾസിന്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ആദ്യം ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് 5ഉം 1ഉം അല്ലേ, ഇത് 1 ആണ് കേട്ടോ. അപ്പൊ 5 × 1 ആൻസർ 5. ഇനി സെക്കൻഡ് റെക്ടാങ്കിൾ ഇതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നോക്കുമ്പോ ഇത് ഈ ഒരു സൈഡ് എന്താണ് 4 ആയിട്ടും ഇത് 1ഉം അല്ലേ വരിക. അപ്പൊ 4 അല്ലെ, ആ റെക്ടാങ്കിളിന്റെ ഈ റെക്ടാങ്കിൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് 4ഉം ഇത് 1ഉം ആണ് കേട്ടോ. 4ഉം 1ഉം ആണ് കേട്ടോ. അതിലൊരു 1 സെന്റിമീറ്റർ മൈനസ് ആയില്ലോ. ശരി, മൈനസ് ആയിപ്പോയി. മൊത്തം 5 ആയിരുന്നു, ഇത് മൊത്തം 5 ആണ്. അതിലൊരു 1 തവണ മൈനസ് ആയിപ്പോയിട്ടുണ്ട്. അപ്പൊ 4 അല്ലേ വരിക. അപ്പൊ ഇത് 4 ആണ് കേട്ടോ. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇവിടെയും 4 വരിക. അപ്പൊ അടുത്തതിന്റെ 4 × എന്ത് വരും, ഇത് 1 അല്ലേ, 1 ആൻസർ 4. നെക്സ്റ്റ് തേർഡ് വൺ നോക്കുമ്പോ 3 ഉണ്ട്. 3 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1 ആണ്. അപ്പൊ 3 × 1 3 ആണ്. നെക്സ്റ്റ് ഇത് 4 ആണ്, ഇത് 1 ആണ് കേട്ടോ. കാരണം നമ്മൾ 1 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, അപ്പൊ 1 തന്നെയാണ്. അപ്പൊ 4th 1, കാരണം 1 ആയിട്ടാണ് എന്താ ചെയ്തേക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലാതെ നമ്മൾ എടുത്തതല്ല കേട്ടോ. അപ്പോ ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. 4 × 1 എത്ര വരിക, 4. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതൊക്കെ കൂടിയിട്ട് പ്ലസ് ചെയ്താൽ മതി കേട്ടോ. പ്ലസ് ചെയ്യുക. അപ്പൊ ആദ്യത്തേല് 5 കിട്ടിയിട്ടുണ്ട്, പിന്നെ 4 കിട്ടിയിട്ടുണ്ട്, പിന്നെ 3 കിട്ടിയിട്ടുണ്ട്, പിന്നെ 4 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 16 ആണ് കേട്ടോ. കണ്ടോ, 4 + 4 8, 8 + 8 16. കണ്ടോ, 5 + 3 എന്താ 8 അല്ലേ. അപ്പൊ 8 + 8 16 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഏരിയ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ അതിൽ വേണം. എന്ത് വരും, 5 + 3 + 4 + 4 ആൻസർ 16.
16 സ്ക്വയർ cm. യൂണിറ്റുകൾ എടുക്കാനായിട്ട് യൂണിറ്റ് ഞാൻ തൽക്കാലം ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. എൻ്റെ കുട്ടികൾ ഇടണം കേട്ടോ. ഞാനിപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സാറിത് ഇച്ചിരി പണിയാണ്. കാരണം ഓൺലൈനിലൂടെ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇത്തിരി പണിയാണ്. പിന്നെ അതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാനും ഇത്തിരി പ്രയാസമുണ്ട്. സാറില്ല, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വന്നിട്ടില്ല സാർ, അതുകൊണ്ടാണ് വീണ്ടും പിന്നെ ചെയ്യണേ. ഇത് 1, ഇത് 2, ഇത് 3 എന്നുള്ള രീതിയിൽ ഒന്ന് എന്ത് ചെയ്തു, 3 റെക്ടാങ്കിൾസ് സാർ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, പെരിമീറ്റർ കാണാനായിട്ട് സാറ് പോവാണ്. കേട്ടോ. പെരിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നോക്ക്, ഇതിലൊരു 2 ഉണ്ട്. കാരണം നമുക്ക് അറിയാത്തതൊക്കെ എന്ത് തന്നെയാണ് ഇതിലിപ്പോൾ അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ആ സ്പേസ് നോക്കിയാൽ മതി. കറക്റ്റ് 2 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും, 2 തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്, 2 തന്നെയാണ്. കറക്റ്റ് അളവിൽ തന്നെയാണല്ലോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര 2 കൊണ്ട് നോക്കിയാൽ മതി. അപ്പോൾ 2 ആണല്ലോ. 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ 12 ആണ് കേട്ടോ. 12 ഇൻറ്റു എന്തെന്ന് വരും, 2. എല്ലായിടത്തും നമ്മളിങ്ങനെ നോക്കുന്ന നേരത്ത് എല്ലാ 2കളും എവിടെയെങ്കിലും സ്പേസ് വിട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. സാറ് ഇവിടെ ഭയങ്കര സ്പീഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ഏതെങ്കിലും നമ്മൾ വിട്ടിട്ടുണ്ടോ. ഇപ്പൊ സാറ് ഒരു അറിയാതെ കണ്ടില്ലേ, ഇവിടെ ഒരു 2 എഴുതാൻ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എങ്ങാനും വിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്യണം കേട്ടോ. സാറ് ഒരു ഐഡിയ തന്നു മാത്രമേ ഉള്ളൂ. ആൻസർ പിന്നെ അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരില്ല എന്നുള്ളതാണ്. ഇതേ ടൈപ്പ് വേറൊരു രീതിയിലായിരിക്കും എക്സാമിന് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇതില് 24 ആണ് വരിക കേട്ടോ. 24 വന്നില്ലേ, ശരി. ഇനി ഇതേപോലെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഞാൻ വീണ്ടും അതേപോലെ പാർട്ടീഷൻ നടത്താണ്. 1 2 3. അപ്പൊ ഈ 3 എണ്ണത്തിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇത് ഇപ്പൊ ആദ്യത്തേല് നോക്കുമ്പോൾ ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 2 × 2, ആൻസർ 4. അപ്പൊ 4 സ്ക്വയർ cm. അപ്പൊ അതൊന്നും സാർ ഇവിടെ എഴുതണില്ല, സ്ഥലം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അടുത്തത് നോക്കുമ്പോൾ അടുത്തത് കുറച്ചും കൂടി വലുതാണായിരുന്നു. മൊത്തം നോക്കുന്ന നേരത്തെ 6 ആയിരുന്നല്ലോ അല്ലെ, ഇത് 2 അല്ലേ. അപ്പൊ 6 2 + 2 വേണമെങ്കിൽ പിക്ചർ കളറൊന്ന് മാറ്റിത്തരാം. ഇത് 2 + 2 + 2 6. അപ്പൊ ഇത് മൊത്തം 6 ആയിട്ട് എടുത്തു. അപ്പൊ ഇത് എത്ര വരിക, 2 അല്ലേ, 2 അല്ലേ, യെസ്, ഇത് 2 ആണ് കേട്ടാ. ശരി, അപ്പൊ ആൻസറിലേക്ക് പോവാം. 6 × 2, ആൻസർ 12. അടുത്ത ഏരിയ ഇത് വീണ്ടും ഒരെണ്ണം കൂടെ ഇതേ സെയിം തന്നെ വരും. അപ്പൊ 2 × 2, ആൻസർ 6. രണ്ട് സൈഡും 2 തന്നെയാണ് വരുന്നത്. അപ്പൊ 2 × 2 6. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ കൂടിയിട്ട് പ്ലസ് ചെയ്യും അല്ലെ. ഏതൊക്കെ ഏരിയ കിട്ടിയെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ, ആ ഏരിയ കൂടി പ്ലസ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ഏരിയ അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ അപ്പൊ ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട് അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അതൊക്കെ എഴുതണേ, സ്റ്റെപ്പുകൾ എഴുതാ കേട്ടോ. കുട്ടികളെ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പൊ ടോട്ടൽ ഏരിയ ഈക്വൽ ടു ആദ്യത്തെ നമുക്ക് 2 × 2 4 കിട്ടി. അതുപോലെ 2 × 6 ചെയ്തപ്പോൾ 12 കിട്ടി. അതുപോലെ ലാസ്റ്റ് 2 × 2 ചെയ്തപ്പോൾ 4 കിട്ടി. അപ്പൊ ആൻസർ 12ഉം 4ഉം 16 + 2 4 20 അല്ലെ, 20 സ്ക്വയർ cm. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഇത്ര ഭാഗമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ലാസ്റ്റത്തെ ഭാഗം നമ്മളൊന്ന് നോക്കിയാൽ മതി. ബാക്കി നോക്കുമ്പോൾ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ,
അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ലാസ്റ്റത്തെ 2 ചാപ്റ്ററും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ട്ടാ.